പ്രിയരെ, അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും തരുന്നൊരു ഉറപ്പ് എന്ന് പറയുന്നത്, പ്രിയരെ, ഈ സന്ദേശം കേട്ട് നിങ്ങൾ അകത്തൊരു മനംതിരിവുണ്ടായി അതനുസരിച്ച് യോഗ്യമായ ഫലം കായ്ച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളും ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പിൽ നിന്നും മാറ്റപ്പെടും. അതാണ് നമ്മുടെ മരണ ദിവസം. ഈ നമ്മളുടെ ശരീരം ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, മണ്ണ് മണ്ണിലേക്ക് മടങ്ങിപ്പോകും, ആത്മാവ് അതിന് നൽകിയ ഉടയവനിലേക്കും മടങ്ങിപ്പോകും. സോൾ, മനുഷ്യൻ, തന്റെ ശാശ്വതമായ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. ശാശ്വതമായ ഭവനത്തിലേക്ക് പോകും. മടങ്ങിപ്പോകുന്നല്ല, ശാശ്വതമായ ഭവനത്തിലേക്ക് പോകും. ആമേ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, മനസ്സിലാക്കുക, നമ്മൾ എങ്ങോട്ടേക്ക് പോകണമെന്നുള്ളത് തീരുമാനിക്കുവാനുള്ള സമയമാണിത്. നമ്മൾ തീരുമാനിക്കണം എങ്ങോട്ടേക്ക് പോകണമെന്ന്. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തോടു കൂടി ഇരിക്കുവാനാണ്. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം ഇന്ന് കേൾക്കുന്ന ഈ വചനം ശ്രദ്ധയോടെ കേട്ട് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നാൽ നാം ബുദ്ധിയുള്ളവരാണ്. അനേക ബുദ്ധിയില്ലാത്തവരുടെ നടുവിൽ നാം ബുദ്ധിയുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് കാതോർക്കാം. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എന്നെ വളരെയധികം വ്യസനിപ്പിക്കുന്ന, ദുഃഖിപ്പിച്ച ഒരു കാര്യമുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ന് അനേകർ ചതിക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. അനേക ദൈവമക്കൾ അവർ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക പാസ്റ്റർമാർ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക ഹോളി സ്പിരിറ്റിനാൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേക അഭിഷിക്ത് സ്വർഗത്തിലേക്കാണെന്നുള്ള ചിന്തയിൽ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കൂട്ടമല്ല, വലിയൊരു കൂട്ടമാണ്. വലിയൊരു കൂട്ടമാണ്. ഈ ഒരു കാഴ്ച എൻ്റെ അകത്ത് കാണുമ്പോൾ എനിക്ക് വലിയ ദുഃഖമാണ് എൻ്റെ അകത്ത്. കാരണം എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, എന്നോട് കൂടെ ഉള്ളവർ, ഇവർ നരകത്തിലേക്കാണല്ലോ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖമാണ് ഹൃദയത്തിന്റെ അകത്ത് കാണുന്നത്. പ്രിയരെ, ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവർ ദൈവവേല ചെയ്യാത്തവരല്ല, ഇവർ ദൈവവേല ചെയ്യുന്നവരാണ്. ദൈവത്തെ ആരാധിക്കാത്തവരല്ല, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. പക്ഷേ ഇവർ കടന്നു പോകുന്ന അവസ്ഥ കാണുമ്പോൾ ഹൃദയം നോവുകയാണ്. കാരണം ഈ ജനത്തോടൊന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ്, നിൽക്കൂ എന്ന് പറഞ്ഞ്, അങ്ങനെയല്ല ദൈവത്തിന്റെ മാർഗം, ക്രിസ്തുവിന്റെ മാർഗം മറ്റൊരു രീതിയാണ് എന്ന് പറയുവാൻ ആളില്ല. ഈ ഒരവസ്ഥയിൽ ജനം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നാം എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിന്റെ രീതി. അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. ദൈവത്തിന്റെ വചനം സഭാപ്രസംഗി 7-ാം അധ്യായം പറയുന്ന ഒരു കാര്യം, ആരംഭത്തെക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. ഞാൻ പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, എൻഗേജ്മെന്റിനേക്കാൾ നല്ലത് വിവാഹമാണ്. എൻഗേജ്മെന്റ് നല്ലതാ, അതിനേക്കാൾ നല്ലതാണ് വിവാഹം. ആമേൻ. ഡിഗ്രിക്ക് പഠിക്കാൻ ചേരുന്നത് നല്ലതാ, ചേരുന്നതിനേക്കാൾ നല്ലതാണ് ഒരു സർട്ടിഫിക്കറ്റുമായി പാസ്സായി വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ഭൂമിയിൽ ജനിക്കുന്നത് നല്ലതാ, എന്നാൽ ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ മരണ ദിവസം. നമുക്കത് വളരെ പ്രയാസകരമായിട്ട് തോന്നും. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുന്നു, യഹോ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ആമേൻ. കാരണം നമുക്ക് ആ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു അറിഞ്ഞുകൂടാ. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു അറിയുന്ന ദൈവമാണ് പറയുന്നത്, യഹോ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബാംഗ്ലൂരോ ബോംബെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റിയിലോ നമ്മൾ MBBS അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BE കൊണ്ട് ആക്കി എന്ന് ചിന്തിക്കുക. നമ്മളവിടെ കൊണ്ടേ ആക്കുമ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷമാ, കുഞ്ഞിന്റെ കൂട്ടുകാർക്ക് വലിയ സന്തോഷമാ, ഞങ്ങൾക്ക് പുതിയൊരു കൂട്ടുകാരനെ കിട്ടി, പുതിയ കൂട്ടുകാരത്തിലെ കിട്ടി, ഒരു സ്വാതന്ത്ര്യം കിട്ടി, എല്ലാം കൊള്ളാം, അവരോട് വളരെ സന്തോഷിക്കുകയാണ്.
പക്ഷേ ഒരു കാര്യം, മാതാവിനും പിതാവിനും ഒരു കാര്യമുണ്ട്, തങ്ങളുടെ കുഞ്ഞിപ്പോ തങ്ങളിൽ നിന്ന് അകലെയാണ് ജീവിക്കുന്നത്. തങ്ങളിൽ നിന്ന് അകലെയാണ് ജീവിക്കുന്നത്. 4 വർഷം അല്ല 5 വർഷം ആ കോഴ്സ് കഴിഞ്ഞ് ആ കുഞ്ഞ് അവിടെ നിന്ന് മടങ്ങി വരുമ്പോ ആ കോളേജിലുള്ളവർക്ക് എല്ലാവർക്കും ദുഃഖമാണ്, പരസ്പരം പിരിയുക, എല്ലാവർക്കും ദുഃഖമാണ് അവിടെ. കാരണം എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി അവർ വിട്ട് പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് വീട്ടിലായിരിക്കുന്ന മാതാവിന് എന്തായിരിക്കും അറിയാമോ, പിതാവിന് എന്തായിരിക്കും അറിയാമോ? എൻ്റെ മകൻ, എൻ്റെ മകൾ ഇതാ തിരിച്ചു വരികയാ ഒരു സർട്ടിഫിക്കറ്റുമായി. ഒരു സർട്ടിഫിക്കറ്റുമായി അവർ തിരിച്ചു വരികയാ. ആ പിതാവിനും മാതാവിനും ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ അധികമാണ് സ്വർഗീയ പിതാവിന് നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തി ഒരുപക്ഷെ ആ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാകത്തില്ല. ഇതേപോലെ തന്നെ ഇത് ഈ പിതാവിന്റെ ചിന്തകൾ മനസ്സിലാക്കുവാൻ, ദൈവം എന്ന പിതാവിന്റെ ചിന്ത മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അധികവും ഇല്ല. നാം മനസ്സിലാക്കേണ്ടത് ആ പിതാവിന്റെ ഹൃദയത്തിലെ ചിന്തകളാണ്. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ വ്യസനിക്കുവാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള മത്തായി 7-ാം അധ്യായം 21, 22, 23 ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റ് കാണുമ്പോൾ എന്റെ ഹൃദയം തകരുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. പ്രത്യാശ വെച്ചിരിക്കുന്ന ആ കർത്താവിനെ പ്രത്യാശ വെച്ച് നാം പൊക്കൊണ്ടിരിക്കുന്നു. നാം കേട്ടിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. തീർച്ചയായും യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമ്മൾ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ പാവം പിടിച്ച ജനത്തിന് അറിഞ്ഞുകൂടാ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്താണെന്നുള്ളത്. അവർ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കടന്നു പോകുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു കൂട്ടം ജനമാണ്. ആ ജനത്തോടാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ് സീറ്റിൽ മുമ്പിൽ വെച്ച് പറയുന്നത്. ജഡ്ജ്മെന്റ് സീറ്റാണ് അവസാനത്തെ ഭാഗം. അതുകൊണ്ടാണ് അവസാനത്തിൽ നിന്ന് തുടങ്ങുന്നത്. അവസാനത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ആ ജഡ്ജ്മെന്റ് സീറ്റിൽ ഒരു കൂട്ടം ജനം കർത്താവോട് പറയുന്നത് ഞങ്ങൾ നിന്നെ കർത്താവായി സ്വീകരിച്ചു എന്നുള്ളതാണ്. കർത്താവരോട് തിരിച്ചു പറയുന്ന മറുപടി വളരെ വേദനാജനകമാണ്. വളരെ ഇന്നത്തെ സഭ നോക്കിക്കൊണ്ട് കർത്താവരോട് തിരിച്ചു പറയുന്ന മറുപടി വളരെ വേദനാജനകമാണ്. കർത്താവരോട് തിരിച്ചു പറയുന്ന മറുപടി അവിടെ കർത്താവ് പറയുകയാണ്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടുന്ന പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ അപ്പുറമായ കാര്യം ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ഇസ്രായേൽ മക്കളുടെ യാത്ര ഒരു നിഴല, പഴയ നിയമം ഒരു നിഴല, ഒരു ബ്ലൂ പ്രിന്റാ. ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, മോശ എന്ന പുരുഷൻ മുഖേന ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ രക്ഷിക്കപ്പെട്ടത് മാത്രം കൊണ്ട് കാര്യമില്ല, ഇവർ കനാൻ ദേശത്ത് അവകാശമാക്കി തീർക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ. പിശാചിന്റെ പിടിയിൽ നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, നാം യാത്ര തുടങ്ങിയവരാണ്. എന്നാൽ ആ യാത്ര അവസാനിപ്പിക്കണമെങ്കിൽ കാനാനിൽ, അല്ല എങ്കിൽ ദൈവരാജ്യം നാം അവകാശമാക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ യാത്ര പൂർത്തിയാക്കുവാൻ ആ വിശ്വാസികൾക്ക് കഴിഞ്ഞില്ല. ഇനി അടുത്തത് കടന്നു വരുന്നത് ഒരു കൂട്ടം പാസ്റ്റർമാരാണ്, ദൈവദാസന്മാരാണ്, അഭിഷിക്തന്മാരാണ്. അതിന്റെ മത്തായി 7:22, 23 വാക്യങ്ങൾ അവർ പറയുന്നത്, ഞങ്ങൾ യേശുവെ നിന്റെ നാമത്തിൽ ചെയ്ത വീര്യപ്രവൃത്തികളുടെ ലിസ്റ്റാണ് അവർ നിരത്തുന്നത്. ഹൃദയം നിറഞ്ഞ കവിന്നാണ് അവരെ സംസാരിക്കുന്നത്. അവർ അതെല്ലാം നിരത്തി വെച്ചപ്പോഴും യേശു ക്രിസ്തു അവരോട് പറയുന്നത് എന്താണെന്നറിയാമോ? അവരിങ്ങനെ പറയാനിടയായി, യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചനം നടത്തി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വമ്പിച്ച സുവിശേഷീകരണം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി. കർത്താവ് അവരെ നോക്കി പറയുന്ന രംഗം ഹൃദയം തകരുന്ന ഒരവസ്ഥയാ. ഏതൊരു ദൈവസ്നേഹിയായ വ്യക്തിയും ഒരു മനുഷ്യസ്നേഹിയായ വ്യക്തിക്ക് ഹൃദയം തകരുന്ന ഒരു രംഗമാണ്. പ്രിയരെ, നിങ്ങൾ ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയക്കുന്ന അനേക ദൈവദാസന്മാർ, നിങ്ങൾ ഫേസ്ബുക്കിലൂടെ സന്ദേശം അയക്കുന്ന അനേക സഹോദരങ്ങൾ, ഇവരെല്ലാം നരകത്തിൽ, ഒരുപക്ഷെ നിങ്ങളും കേട്ടിരിക്കുന്ന, നിങ്ങളും നരകത്തിലേക്ക് വീഴുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ഇങ്ങനെയുള്ള ദൈവദാസന്മാർക്കല്ലേ മെസ്സേജ് അയക്കുന്നത്? ഇങ്ങനെയുള്ള സഹോദരങ്ങൾക്കല്ലേ മെസ്സേജ് അയക്കുന്നത്? ഇവരെല്ലാം നരകത്തിലേക്ക് ഒരുമിച്ച് വീണു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളെ സ്നേഹിക്കുന്നവർ നരകത്തിലേക്ക് വീഴുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, ഈ 2 കാറ്റഗറിയിലേക്കാൾ വലിയവരാണോ നിങ്ങൾ ആരെങ്കിലും? യേശു രക്ഷിതാവായി സ്വീകരിച്ച ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി അത്ഭുതങ്ങളാലെ അടയാളങ്ങളായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ, നിങ്ങളെ നയിച്ചവർ. ഇവരെക്കാൾ വലിയ കാറ്റഗറി ഇന്ന് സഭയിലുണ്ടോ? ഇവർ കൂട്ടമായി നരകത്തിലേക്ക് യാത്രയാണ്. കർത്താവ് പറഞ്ഞു, വിളിക്കപ്പെട്ട അനേകരാ, ഇവരെല്ലാം വിളിക്കപ്പെട്ടതാ. ഇതിന്റെ കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ഈ ഇടുക്കു വാതിൽ കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ജീവങ്കിലേക്കുള്ള വാതിലും വഴിയും അത് ഇടുങ്ങിയതാ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാ. മാത്രമല്ല, കടക്കണമെങ്കിൽ പോരാടണം.
ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു? ആര് പറയുന്നു? പ്രിയ ദൈവത്തിന് നന്മേ, ജനം കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് പോകുന്നു. ജനത്തെ നയിക്കുന്ന നായകന്മാരും അവരുടെ കീഴിലുള്ള ആടുകളും കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് പോകുന്നു. പ്രിയരെ, നിങ്ങൾ ഇന്ന് ലോകത്തേക്ക് നോക്കിയാട്ടെ, ഈ രണ്ട് ശുശ്രൂഷകളല്ലാതെ വേറെ ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്ന സഭ ചുരുക്കമാണ്. ഒന്ന് അവരുടെ കൺവെൻഷൻ, നമ്മളുടെ ക്രൂസൈഡുകൾ യേശു രക്ഷിതാവായി സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നു. വളരെ നല്ലതാ, അത് ആരംഭം മാത്രമാണ്. അതിനേക്കാൾ നല്ലതാ അവസാനം. ഈ ആരംഭം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ ജനത്തെ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ടത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിപ്പിച്ച് ആരാധിപ്പിച്ച് അവർക്ക് കൊടുക്കുവാൻ, അവർക്ക് ലോകത്തിൽ വേണ്ടത് കൊടുക്കുവാൻ ശ്രമിച്ച് അവസാനിപ്പിക്കുന്ന, ദശാംശവും കൂടി വാങ്ങിച്ച് അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് ലോകത്ത് കാണുന്നത്. പിന്നെ ഇവരുടെ മാക്സിമം ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 7 ദിവസത്തെ 20 ദിവസം 40 ദിവസം ഉപവാസ പ്രാർത്ഥന വർഷാവർഷം നടത്തുക. എന്നിട്ട് അതിലേക്ക് വിവിധ അനുഗ്രഹീതമായ അഭിഷിക്തന്മാരായ ദേവദാസന്മാരെ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് ഫാസ്റ്റിംഗ് പ്രയർ അവിടെ നടത്തുക. ഈ നടത്തിയതിനു ശേഷം ഈ ജനത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം അവർക്ക് സമ്പാദിക്കുവാൻ തൊക്കെ ഡെലിവറൻസ് അവിടെ നടത്തുക. തുടർന്ന് മാക്സിമം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി മാക്സിമം പ്രാപിപ്പിക്കുക, എന്നിട്ട് വിടുക. പ്രിയരെ, ഈ കൂട്ടരല്ലേ അഭിഷിക്തന്മാരായ രണ്ടാമത്തെ കൂട്ടർ? നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ പ്രവചിച്ചു എന്ന് പറഞ്ഞ അഭിഷിക്തന്മാരുടെ കർത്താവ് എന്താ പറയുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോവുകയും. പ്രിയരെ, ഇതിനേക്കാൾ വലിയൊരു സുവിശേഷ വല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും എനിക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഈ കൂട്ടം മുഴുവൻ നരകത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു രംഗം കണ്ടിട്ട് എന്റെ ഹൃദയം തകർന്നു പോവുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നത്തില്ല, കാരണം ലോകത്തിന്റെ കാര്യങ്ങൾ ഓടി നടക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപക്ഷെ പറ്റിയെന്നിരിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് സഭ ഉറങ്ങുകയാ. മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്ന് സഭ ഉറങ്ങുകയാ. സഭയെ മരിച്ചവരുടെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങാതെ നീ എഴുന്നേൽക്ക്. നീ എന്തിനായിട്ട് എഴുന്നേൽക്കണം? ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവേഷ്ടത്തിനായി നീ എഴുന്നേൽക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ പറയാ, നീ ദൈവേഷ്ടം തിരിച്ചറിയാൻ എഴുന്നേൽക്കണം, നീ ദൈവേഷ്ടം ചെയ്യുവാൻ എഴുന്നേൽക്കണം. കാരണം പ്രിയ കുഞ്ഞെ, നീ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നീ ദൈവേഷ്ടം ചെയ്തേ പറ്റൂ, ദൈവേഷ്ടം ചെയ്തേ പറ്റൂ. പ്രിയരെ, നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മക്കൾ ചിന്തിക്കുന്നുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഞെട്ടലായിരിക്കാം. ഏതാനും നാളുകൾക്കുള്ളിൽ നിങ്ങളെ തീപ്പൊയ്യിലേക്ക് എടുത്ത് വലിച്ചെറിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഞെട്ടലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഞെട്ടലായിരിക്കും. ഞാൻ ചെയ്ത അധ്വാനം, അനേകരോട് വചനം പറഞ്ഞത്, അനേക കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ജനങ്ങളെ തിരിച്ചത്, അനേക കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ജനങ്ങളെ മാറ്റിയത്, അനേകം മണ്ഡലങ്ങളിലേക്ക് പോയി താഴ്മയുള്ള മണ്ഡലങ്ങളിലേക്കും ഞാൻ ദൈവവചനം അറിയിച്ചത്, ഇതൊന്നും എനിക്ക് വാല്യൂ ചെയ്യപ്പെടത്തില്ലയോ? ഞാൻ ഈ അഭിഷിക്തന്മാർ ചെയ്തതുപോലെ അനേക കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കൽ തള്ളപ്പെട്ടാൽ എന്റേതായ അവസ്ഥ എന്താണ്? ഇന്നൊന്ന് ചിന്തിച്ചാൽ പ്രിയ കുഞ്ഞുങ്ങളെ നന്നായിരിക്കും. ഇന്നൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. നമ്മളെക്കാൾ എത്രയോ മെച്ചമായത് ആ ദേവദാസന്മാർ ചെയ്തത്, എത്രയോ മെച്ചമായത് അവർ ചെയ്തത്. 10,000 ലക്ഷങ്ങളെ അവർ കർത്താവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാകാം. എത്രയോ മെച്ചമായത് അവർ ചെയ്തത്. അവർക്ക് ഇങ്ങനെ പറ്റിയെങ്കിൽ ഇതിന്റെ കാരണം എന്താണ്? ഒരു നിമിഷം നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. അവർക്ക് ഇന്ന് ഇങ്ങനെ പറ്റിയെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഞാൻ ദൈവസേന കർത്താവേ, എന്താണ് ഇങ്ങനെ സംഭവിക്കാനിടയായത്? അങ്ങനെയെങ്കിൽ എന്റെ അവസ്ഥയും ഞാനൊന്ന് ശോധന ചെയ്യണമല്ലോ. എന്താണ് കർത്താവേ ഇങ്ങനെ സംഭവിക്കാനിടയായത്? കർത്താവ് എന്നോട് പറഞ്ഞത് എന്നാണെന്നറിയാമോ? എന്നോട് കാണിച്ചത് എന്നാണെന്നറിയാമോ? എൻ്റെ മകൻ ഇന്നലെ ദൈവവചനം വായിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം ലഭിക്കപ്പെടുവാനായിട്ടിടയായി. അവരാരും അറിഞ്ഞില്ല ദൈവം എന്നോട് സംസാരിക്കുകയായിരുന്നു എന്ന്. അവനൊരു വചനം വായിച്ചു. ആ വചനം വായിച്ചപ്പോൾ അവിടെ കർത്താവ് മനസ്സിലാക്കി തന്ന, മോനെ, എന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ വെച്ച് അവർ തള്ളപ്പെട്ടു പോയതിന്റെ കാരണം ഇതാ. ന്യായവിധിയുടെ ക്രിറ്റീരിയ, ന്യായവിധി എന്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ന്യായവിധി എന്ന് ജനം മനസ്സിലാക്കുന്നില്ല. അവിടെ കർത്താവ് എന്നോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ എന്ത് ക്രിറ്റീരിയയാണ് ന്യായവിധി ചെയ്യുന്നത് എന്ന് അവിടെ പറയുകയുണ്ടായി. എന്തിനനുസരിച്ചാണ് ന്യായവിധി? നമ്മളുടേതായ മതത്തിൻ്റെതായ ഓരോരോ കടമകൾ, അല്ല എങ്കിൽ സമ്പ്രദായങ്ങൾ, റീച്വൽസ് നാം സമ്പ്രദായങ്ങൾ ചെയ്തതുകൊണ്ട്, പൂജകൾ ചെയ്തതുകൊണ്ട്, കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ട്, ഇതുകൊണ്ടൊന്നും അല്ല നമുക്ക് സ്വർഗം കിട്ടുന്നത്. ന്യായവിധിയിൽ നാം പാസ്സാകണമെങ്കിൽ അവിടെ പറയുകയാണ്, ന്യായവിധി എന്തെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ജനം വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇതാണ് ന്യായവിധി. ന്യായവിധി എന്താണെന്ന് പ്രിയ മക്കളെ ഒന്ന് മനസ്സിലാക്കണമോ? ആ വാക്യം നമുക്ക് ശബ്ദമുയർത്തി ഇപ്പോൾ ഞാൻ വായിക്കാം.
ശ്രദ്ധയോടെ കേൾക്കുക. ആ വാക്യം ഇങ്ങനെയാണ്. ആ വാക്യം പറയുന്ന രംഗം ഇതാണ്. എന്താണ് ന്യായവിധി എന്നറിയാമോ? യേശു ക്രിസ്തു എന്താണ് അവിടെ ചെയ്തെന്നറിയാമോ? ആ സിംഹാസനത്തിൽ നിന്ന് അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ, പാസ്റ്റർമാരെ, പ്രവാചകന്മാരെ, രോഗസൗഖ്യം നടത്തുന്നവരെ, ഇവരെല്ലാം ഡെലിവറൻസ് മീറ്റ് നടത്തുന്നവരെ പുറത്താക്കി കളഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഒരു ഒറ്റ വചനം കൊണ്ട്. ന്യായവിധി എന്നത് എന്താണെന്നറിയാമോ? ന്യായവിധി, വാട്ട് ഈസ് ജഡ്ജ്മെന്റ്? മനസ്സിലാക്കുക, ഇതാണ് ജഡ്ജ്മെന്റ്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, പ്രകാശം ലോകത്തിൽ വന്നിട്ടും, ദൈവം ലോകത്തിൽ വന്നിട്ടും, വചനം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. And this is the judgment, that the light is come into the world, and men loved the darkness rather than the light, for their works were evil. ഇതാണ് ന്യായവിധി. വെളിച്ചം ലോകത്തിലേക്ക് വന്നു, ദൈവം ലോകത്തിലേക്ക് വന്നു, ദൈവാലോചന ലോകത്തിലേക്ക് വന്നു. എന്നിട്ടും യേശു വന്നപ്പോൾ യേശു പറയാ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ദൈവാലോചനയിൽ നിന്ന് വരും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. എന്തിന് ജീവിക്കുന്നു എന്ന് പോലും അറിയാത്ത മനുഷ്യനോട് കർത്താവ് പറയുക, നീ ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ ജീവിക്കുന്ന ജീവൻ നേടാനാണ്. ജീവൻ നേടാനാണ് നീ ജീവിക്കുന്നത്. ആമേൻ. ഒരുവൻ തന്റെ ജീവനെ നേടുവാൻ ആഗ്രഹിച്ചാൽ ബാക്കി നീ എന്തെല്ലാം നേടിയാലും അതെല്ലാം നിന്റെ സെമിത്തേരിയുടെ ഗേറ്റിന്റെ ഇപ്പുറം കൊണ്ട് അവസാനിക്കും. അപ്പുറത്തേക്ക് നിനക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്ന്, നിന്റെ ജീവനെ നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് നേടിക്കൊണ്ടുപോകാം. ഇതാണ് വെളിച്ചം. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് മനുഷ്യൻ വെളിച്ചത്തെക്കാളധികം ഇരുളിനെ സ്നേഹിച്ചു. ഇവർ ദൈവപ്രവൃത്തി ചെയ്തില്ലെന്നല്ല, ദൈവത്തെ ആരാധിച്ചില്ലെന്നല്ല, അഭിഷേകം പ്രാപിച്ചില്ലെന്നല്ല, അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. ആമേൻ. വെളിച്ചത്തെ സ്നേഹിച്ചില്ലെന്നല്ല. ശ്രദ്ധിച്ചോ മക്കളെ, വെളിച്ചത്തെ സ്നേഹിച്ചില്ലെന്നല്ല, വെളിച്ചത്തെ സ്നേഹിച്ചില്ലെന്നല്ല, ആരാധനയ്ക്ക് പോയില്ലെന്നല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയില്ലെന്നല്ല, വചനം കേൾക്കാൻ പോയില്ലെന്നല്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഇതെല്ലാം പോയി. പക്ഷേ അതിനേക്കാൾ അധികം അവർ ലോകത്തെ ഇഷ്ടപ്പെട്ടു. ലോക പ്രവർത്തികളെ അവർ ഇഷ്ടപ്പെട്ടു. ലോകത്തിന്റെ രീതി അവർ ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ അധികം. എങ്ങനെ അറിയാം അതിനേക്കാൾ അധികം? പ്രിയരെ, നിങ്ങൾ 1 കിലോ സാധനം വാങ്ങിക്കാൻ പോയെന്ന് ചിന്തിച്ചേ. അവരെന്ത് ചെയ്യുന്ന ഒരു ത്രാസ് എടുക്കും. ഒരു ത്രാസ് എടുക്കും. 2 തട്ടുണ്ട് ത്രാസിന്. ഒന്നിന് ഈക്വലാകണം. അവർ 500 ഗ്രാം സാധനം ഒരു തട്ടിൽ വെച്ചു, 1 കിലോ കട്ടി മറ്റൊരു തട്ടിലും വെച്ചു. ഇപ്പോ ഏതാണ് വലിയത്? അവർ 500 ഗ്രാം സാധനം വെച്ചത് വലുതായില്ല ഇതുവരെ. ആമേൻ. 1 കിലോ കട്ടി തന്നെ ഇപ്പോഴും വലിയത്. പിന്നെ 500 ഗ്രാമിലേക്ക് വീണ്ടും 600 ആക്കി, അപ്പോഴും 1 കിലോ കട്ടി തന്നെയാ വലിയത്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ 1 കിലോ കട്ടിയേക്കാൾ അധികമാണ്, 1 കിലോ കട്ടിയേക്കാൾ കുറവാണ് ആ മറ്റ് ത്രാസിൽ കിടക്കുന്നത്, ത്രാസിന്റെ മറ്റ് തട്ടിൽ കിടക്കുന്നത്. ഇനി അത് വർദ്ധിച്ച് അത് 800ആയി, 900ആയി, 1000ആയി കഴിയുമ്പോൾ ഇതാ രണ്ടും ബാലൻസായി. കർത്താവ് പറയുന്നത് അവർ ദൈവത്തെ സ്നേഹിച്ചതുപോലെ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി അവർ ലോകത്തെ സ്നേഹിച്ചു, ലോക പ്രവർത്തികളെ സ്നേഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോടതിയുടെ പരസ്യം? കോടതിയുടേതായ പരസ്യമല്ല, അതിൻ്റെതായ സൈൻ കാണിച്ചിരിക്കുന്നത്. കണ്ണടച്ച് കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തി കയ്യിൽ ഒരു ത്രാസ് പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ന്യായവിധിയെ കുറിച്ച് പറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈക്വലായിട്ട് കിടക്കുന്ന ത്രാസ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ദൈവത്തിന്റെ ന്യായവിധി തന്നെ ഈ ലോകം വയ്ക്കുന്നത്.
ഇവിടെ കർത്താവ് പറയാം ന്യായവിധി എന്നറിയാമോ? ദൈവം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവർത്തികൾ തിന്മയായതുകൊണ്ട് അവൻ ആ ദൈവിക വെളിച്ചത്തിലേക്ക് വരുന്നില്ല. കാരണം ആ ദൈവിക വെളിച്ചത്തിലേക്ക് വന്നാൽ അവന്റെ പ്രവർത്തികൾ വിട്ടുപിരിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവൻ വരുന്നില്ല. അതുകൊണ്ട് അവൻ അവിടെ പിടിച്ചു നിൽക്കുകയാ. അവനവിടെ പിടിച്ചു നിന്നുകൊണ്ട് ഈ ലോകത്തിലെ മതങ്ങൾ ചെയ്യുന്നത് പോലെ അവൻ ദൈവത്തെ വിളിച്ചിട്ട് തനിക്ക് അവിടെ ആവശ്യമുള്ള ഇപ്പോഴുള്ള ഭൗതിക ആഹാരങ്ങളും ഭൗതിക ഡെലിവറൻസിനും അവൻ ദൈവത്തെ തേടുകയാ. അതിനുവേണ്ടി അവൻ ദൈവത്തെ ആശ്രയിക്കുകയാ. അതിനുവേണ്ടി അവൻ ദൈവശക്തി തേടുകയാണ്. ഇതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ലോകത്തിലെ മതങ്ങൾ ചെയ്യുന്നത് പോലെ ദൈവത്തെ ആശ്രയിക്കുക. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാ. ഈ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരെന്ന് ഈ ലോകത്ത് ആരെല്ലാം വിളിച്ചു പറഞ്ഞാലും നമ്മുടെ അവസ്ഥ ഇതുപോലെ ആയിത്തീരുവാനായിട്ട് ഇടയാകും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ അഭിഷിക്തന്മാരാ. എന്നാൽ കർത്താവ് ഇവിടെ വന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിളിച്ചു പറയാനിടയായി. കാരണം അവിടെ കർത്താവ് പറയുന്നത് രണ്ട് മനുഷ്യർ അവിടെ ഒരു കർത്താവ് പറയും, നമ്മൾ ഈ ലോകത്ത് സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മൾ അനുഗ്രഹീതരായി എന്നൊരു ചൊല്ല് സഭയിലുമുണ്ട്, ജനങ്ങളുടെ ഇടയിലുമുണ്ട്. എന്നാൽ കർത്താവ് അവിടെ തിരുത്തുകയാണ്. ഒരുവന്റെ സമ്പത്ത് വർദ്ധിച്ചാലും അതല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. അതല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകപ്രകാരം അവന്റെ സമ്പത്ത് വർദ്ധിച്ചാലും അതല്ല അവന്റെ ജീവനാധാരമായിരിക്കുന്നത്. ഇപ്പോഴും കർത്താവ് എങ്ങോട്ടാ വിരൽ ചൂണ്ടുന്നേ? ജീവനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പോഴും കർത്താവ് വിരൽ ചൂണ്ടുന്ന മാർഗം എന്ന് പറയുന്നത് ജീവനിലേക്ക്. കാരണം കർത്താവിനറിയാം ഇവിടെ നിന്ന് ഒന്നേ നേടിക്കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതെന്താണ്? നിന്റെ ജീവനെ മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുഞ്ഞെ, നിന്റെ കാറ് കൊണ്ടാകാൻ പറ്റത്തില്ല, നിന്റെ വീട് കൊണ്ടാകാൻ പറ്റത്തില്ല, നീ നേടിയ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിനക്ക് കിട്ടിയ ഭാര്യയെ ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ അവരെ നിനക്ക് കൊണ്ടുപോകാം. ഒരു കാര്യം നീ ചെയ്താൽ, നീ ആദ്യം പോകാനുള്ള മാർഗത്തിൽ നീ കയറിയാൽ നിന്റെ കുടുംബത്തിലുള്ളവർ ഒരുപക്ഷേ നിന്നോടുകൂടെ അതിൽ കയറിയെന്നിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആരെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, ഇവരെ കേറ്റുന്ന പരിപാടി നമ്മുടേതല്ല. ഇവരുടെ മുമ്പിൽ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കുക. പക്ഷെ കേറ്റണോ കേറ്റണ്ടേ തീരുമാനിക്കുന്നത് യേശു ക്രിസ്തുവാ. മനസ്സിലായോ? ഇവിടെ ഏതാനും ദിവസം ഒരു കളക്ടറായി, ഒരു എഞ്ചിനീയറായി, ഒരു ഡോക്ടറായി, ഒരു നേഴ്സായി, ഒരു ടെക്നീഷ്യനായി ഇങ്ങനെ ജീവിച്ചിട്ട് നരകത്തിൽ പോകുവാനല്ല പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ധനവാനാകുന്നത്, ദൈവം ധനം തന്ന നല്ലത്, അത് ദൈവരാജ്യത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുക. എന്നാൽ പ്രിയരെ, ഇവിടെ ധനവാനെ ലാസറിന്റെയും കഥയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ധനവാൻ ഈ ലോകത്ത് സമൃദ്ധിയോട് ജീവിച്ചു. അവൻ നരകത്തിലേക്ക് തള്ളപ്പെട്ടു. അവൻ അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അബ്രഹാം പിതാവേ, എന്നെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ലാസറിനെ ലോകത്തിലേക്ക് ഒന്ന് അയക്കാമോ? എന്തിനാണെന്നറിയാമോ? എന്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് അവൻ പറയൂ. അങ്ങനെ അവർ മാനസാന്തരപ്പെടുവാനിടയാകൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ധനവാൻ ഈ ലോകത്ത് ജീവിച്ചു. അവനൊരു പാപവും ചെയ്തതായിട്ട് അവിടെ പറയുന്നില്ല. പക്ഷെ അവൻ ലോകത്തിൽ സുഖിച്ച് സന്തോഷിച്ച് അവൻ മുന്നോട്ടേക്ക് പോയി. ഇവിടെ പറയുകയാണ് അവർ മാനസാന്തരപ്പെടുമെന്ന്. അപ്പോൾ ധനവാന്റെ ജീവിതത്തിൽ എന്തുണ്ടായില്ല? മാനസാന്തരം ഉണ്ടായില്ല. മനസ്സിലായോ? മാനസാന്തരം ധനവാന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട, ഈ ദൈവദാസന്മാർ തള്ളപ്പെടാൻ കാരണം ഇവിടെ ജീവിതത്തിൽ എന്തില്ല? കർത്താവ് പറയാ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. മനസ്സിലായോ? അവര് നീതി പ്രവർത്തിക്കുന്നുണ്ടോ? അതേ, ദൈവദിനം പ്രസംഗിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. ഇതൊക്കെ ത്രാസിന്റെ ഒരു തട്ട. ഇതൊക്കെ ത്രാസിന്റെ ഒരു തട്ട. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാ, വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ, ഈ ലോകത്തെ അവർ സ്നേഹിച്ചു. അപ്പൊ കർത്താവിന്റെ തട്ടിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർ വെളിച്ചത്തെ സ്നേഹിച്ചായിട്ട് കർത്താവ് കാണുന്നില്ല. വെളിച്ചത്തെ സ്നേഹിച്ചായിട്ട് കർത്താവ് കാണുന്നില്ല. ഇവരതൊക്കെ ചെയ്തതിന്റെ ഒരു ഭാഗം, കർത്താവ് ചിന്തകളെ നോക്കുന്നത്, ഇതൊക്കെ ചെയ്തതിന്റെ ഒരു ഭാഗം ആരോ പറഞ്ഞു യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന്.
ആമേ, ഹല്ലേലൂയ. അന്ന് പിന്നെ യേശുവിനെ അങ്ങ് സ്വീകരിക്കാം. വല്ല പൈസ കൊടുക്കണോ? ചെലവുള്ള വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചെലവുള്ള ഒരു കാര്യമില്ല. എന്നാൽ ചെലവുള്ള ഒരു കാര്യം, 95 രൂപയുടെ ഒരു ബൈബിള് വെക്കാൻ കൊണ്ടുവന്ന് അതിൽ കിടന്ന് ബാർഗൈൻ ചെയ്യുന്ന പാർട്ടികൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങ് സ്വീകരിച്ചു. പിന്നെ ഹൃദയത്തിലെ മനോഭാവം മനസ്സിലാക്കുക. ആമേ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരു കൺവെൻഷനിൽ വെച്ച്, മാരാമൻ കൺവെൻഷനിൽ വെച്ച്, അവിടെ എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ അവരുടെ ബുക്ക് ഷോപ്പ് കൊണ്ടുപോയിട്ടു. അവിടെ ചെന്നപ്പോൾ ഒരു ദേവദാസൻ ഒരു ബൈബിൾ മേടിക്കാൻ കടന്നു വന്നു. 95 രൂപ എന്ന് പറഞ്ഞപ്പോൾ ആ 95 രൂപയ്ക്ക് കിടന്നുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ബഹളം, അവിടെ ഉണ്ടാക്കിയ ആർഗ്യുമെന്റ്, ഈ വിഷയങ്ങളൊക്കെ അവിടെ കിടന്നുണ്ടാക്കി. എന്തിനാ ഇത്രയും രൂപ മേടിച്ച് നിങ്ങളിത് ചെയ്യണേ? അദ്ദേഹം അവസാനം തൻ്റെതായ സ്റ്റാഫിനോട് ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട്, ദേവദാസനെ 400 രൂപയുടെ നെയ്മീൻ ഞായറാഴ്ച വീട്ടിൽ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല എങ്കിൽ ജീവൻ തരുന്ന ഈ ദൈവത്തിന്റെ വചനം 95 രൂപ കൊടുത്ത് വാങ്ങിക്കുക നിങ്ങൾക്ക് ഇത്ര പ്രയാസമാണല്ലേ? ആമേൻ. മനസ്സിലായോ? വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. ഏത് ത്രാസ കുഞ്ഞുങ്ങളെ പൊങ്ങിക്കിടക്കുന്നേ? ഏത് ത്രാസ താഴ്ന്നു കിടക്കുന്നേ? ആമേൻ. നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ഹൃദയം വെളിപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയം വെളിപ്പെടും. ലോകത്തെ വാങ്ങിക്കാൻ പണം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ആമേൻ. എന്നാ ജീവന്റെ വചനം വാങ്ങിക്കുവാൻ 95 രൂപ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ. ഇതാ കർത്താവ് പറഞ്ഞ, തള്ളപ്പെടാൻ പോവുക, കൂട്ടമായിട്ട് നരകത്തിലേക്ക് തള്ളപ്പെടാൻ പോവുക. അതിന്റെ സാമ്പിളാ കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം 1 പത്രോസ് 4:18-19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നീതിമാൻ അവൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? ഇങ്ങനെ വചനം എഴുതി വെച്ചിരിക്കുമ്പോ ഈ ദേവദാസനായി പോയി പ്രസംഗിക്കണം. എന്താണെന്നറിയാമോ? പ്രിയരേ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി, എല്ലാം തികഞ്ഞു, എല്ലാം തികഞ്ഞു, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് അനേകരെ നരകത്തിലേക്ക് തള്ളിവിടുകയാ. ജഡ്ജ്മെന്റിൽ ഇവർ വീഴുകയാ. പ്രിയരെ, യേശു രക്ഷിതാവായി സ്വീകരിക്കുക, അത് നമ്മുടെ യാത്രയുടെ തുടക്കമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള താക്കോല് തരികയാ, അധികാരം തരികയാണ്. ഈ അധികാരം തരുന്നത് കുഞ്ഞേ ഞാൻ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാ. അമ്മേ, അല്ല താക്കോല് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. ഒരു വണ്ടിയുടെ താക്കോല് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ വണ്ടിയുടെ താക്കോല് കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയല്ല, വണ്ടി ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് താക്കോല് തന്നത്. അമ്മേ, ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ട്, യോഹന്നാൻ 1:12 യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇതാ ദൈവപുത്രന്മാരായുള്ള അധികാരം, താക്കോല് കയ്യിൽ തരികയാ. തന്നത് ഉപയോഗിക്കണം. തന്നത് ഉപയോഗിക്കാതെ ഈ മണ്ണിന് വേണ്ടി ജീവിച്ച് ഇവിടെ ഓടിങ്ങി നരകത്തിൽ പോകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രിയരെ, ഹല്ലേലൂയ. തുടർന്ന് ഇതോടൊപ്പം ഈ ആഴ്ച കർത്താവിനെ മനസ്സിലാക്കി തന്ന, കർത്താവേ, എന്താണ് മാനസാന്തരം? എന്താണ് മാനസാന്തരം? എന്താണ് ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ കർത്താവ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന അവിടെ ഒരു സംഭവം കർത്താവോട് വിവരിക്കുവാനിടയായി. ഈ സംഭവം എന്നാണെന്നറിയാമോ? ജീസസ്, നമ്മൾ ധൂർത്തപുത്രൻ്റെതായ ആ സംഭവത്തിലേക്ക് അവിടെയാണ് നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ധൂർത്തപുത്രൻ്റെതായ സംഭവം നമുക്ക് എല്ലാ ദേവദാസന്മാരും പ്രസംഗിച്ച് നമുക്ക് അറിയാം. ഇതിലൂടെയാണ് കർത്താവ് മാനസാന്തരം എന്നാൽ എന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായത്. എന്നാൽ ഇന്നത്തെ സഭകളിൽ നടക്കുന്ന മാനസാന്തരം എന്താണെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായത്. പ്രിയരെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ നഷ്ടങ്ങളുടെ ഒരു നിര പറയുന്നുണ്ട്. നഷ്ടങ്ങളുടെ ഒരു നിര. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. അതിൽ 1 നഷ്ടപ്പെട്ടു. 99-നെയും മരുഭൂമിയിൽ വിട്ട് 1-നെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം അതിൻ്റെതായ നമ്പർ കുറയുക, 100-ൽ നിന്ന് 10ആയി. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അടുത്ത ഉപമ, അതിൽ 1 നഷ്ടപ്പെട്ടു. അവൾ എന്ത് ചെയ്തു? അത് കണ്ടു കിട്ടുന്നത് വരെയും അവൾ വിളക്ക് കത്തിച്ച് അവൾ എന്ത് ചെയ്തു? ചൂലെടുത്ത് അതിനെ അന്വേഷിച്ചു, അതിനെ കണ്ടെത്തി. അതിനുശേഷം വീണ്ടും നമ്പർ കുറയുകയാണ്. കാരണം ഇമ്പോർട്ടൻസ് കൂട്ടുകയാണ്. 10-ൽ നിന്ന് 1 പോണേക്കാൾ 100-ൽ നിന്ന് 1 പോണേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് 10-ൽ നിന്ന് 1 പോയാൽ. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് 2-ൽ നിന്ന് 1 പോയാൽ. പിന്നെയും അത് വീണ്ടും അടുത്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാ 2-ൽ നിന്ന് 1 പോകാൻ പോകുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ 1 നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതില് ഒരുവന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായി. അവൻ പിതാവിനോട് പറഞ്ഞു, എനിക്ക് തരേണ്ടുന്ന അവകാശങ്ങൾ തരിക, ഞാൻ അവകാശങ്ങൾ പ്രാപിച്ച് ഞാനിതാ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവകാശങ്ങൾ വാങ്ങിച്ചു. അവൻ പിതാവിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി.
അവൻ പിതാവിൽ നിന്ന് ദൂരെ കടന്നു പോകുവാനായിട്ട് ഇടയായി. പിതാവിൽ നിന്ന് അകന്നുപോയി. അവൻ ചീത്ത കൂട്ടുകെട്ടിൽ ജീവിക്കുവാനായിട്ട് ഇടയായി. ദുർനടപ്പിൽ ജീവിക്കുവാനായിട്ട് ഇടയായി. പിതാവിൽ നിന്ന് കിട്ടിയ സമ്പത്തുകളെല്ലാം നശിച്ചു, എല്ലാം അവസാനിച്ചു. അവസാനം അവൻ കടന്നു ചെന്നിട്ട് അവൻ വിശന്ന് അവനൊരു ജോലിക്കായി അവൻ കരഞ്ഞു നടന്നു. ലോകത്തിലെ ഒരു പൗരനിൽ അവൻ ആശ്രയിച്ചു. ലോകത്തിലെ ഒരു പൗരൻ അവനൊരു ജോലി കൊടുത്തു. ആ ജോലി പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ്. ആ ജോലികളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായി. അവന് ശമ്പളം കിട്ടുന്നില്ല, അവന് അഡ്വാൻസ് കിട്ടുന്നില്ല. ആ ജോലിയിൽ തന്റെ കൂട്ടുവേലക്കാരുണ്ട്. കൂട്ടുവേലക്കാരുമായിട്ട് അവൻ പ്രശ്നം നടക്കുകയാണ്. കൂട്ടുവേലക്കാര് അവൻ ആഗ്രഹിക്കുന്ന ആഹാരം കൊടുക്കുന്നില്ല. കൂട്ടുവേലക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ ഓർക്കുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അവിടുത്തെ ദാസന്മാർ പോലും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് അവർ ശേഷിപ്പിക്കുന്നു. ഈ ഒരു രംഗം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. എന്താണ് മോനെ മാനസാന്തരം എന്ന് ഞാൻ പറയാം. ഈ മനസ്സിലാക്കിക്കോ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നാൽ ഇന്നത്തെ സഭ എന്താണ് ചെയ്യുന്നത്? ഇത് രണ്ടും കൂടി അവിടെ എന്നെ കമ്പയർ ചെയ്യുവാനായിട്ടിടയായി. എന്തുകൊണ്ടാണ് ഇത്രയും ദൈവദാസന്മാരെ കൂട്ടത്തോടെ കൊണ്ട് നരകത്തിലേക്ക് തള്ളുന്നത് എന്നുള്ള എൻ്റെ ആ ഹൃദയത്തിന്റെ അകത്തുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് ദൈവം സംസാരിക്കുന്നത്. ആമേൻ. പ്രിയരെ, നമുക്ക് ആ ഭാഗത്തിലൂടെ ഒന്ന് കടന്നുപോയി നമുക്ക് തിരിച്ചു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അവിടെ എന്ത് സംഭവിച്ചു? അതിന്റെ 11-ാം വാക്യം മുതലാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിന്റെ അവസാനത്തെ ഉപമയാണ് നമ്മൾ തൊടുന്നത്. അതിനു മുമ്പുള്ള രണ്ടെണ്ണത്തിൽ ഞാൻ തൊടുന്നില്ല. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വാസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ആമേൻ. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വാസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. പ്രിയരെ, സ്വർഗത്തിലെ ദൈവം തന്റെ കുടുംബത്തിന്റെ കഥയായി പറയുന്നേ. ഇത് മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. തന്റെ സ്വന്തം കുടുംബത്തിന്റെ കഥയായി പറയുന്നേ. 2 മക്കൾ, അതിൽ ഇളയവൻ, രണ്ടാമതുണ്ടായവൻ. അവൻ പറഞ്ഞു, എന്റെ വസ്തു എനിക്ക് തരിക. ആ വസ്തു അവന് കിട്ടിയതിന് ശേഷം അവന്റെ ചിന്തകൾക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണ്. എങ്ങനെ അവന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായെന്ന് അവിടെ പറയുന്നില്ല. ആമേൻ. അത് ഹിഡൻ ആണ്. പക്ഷെ അവന്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകുകയാണ്. ആ ചിന്ത അവന്റെ പിതാവിൽ നിന്ന് അകറ്റുകയാണ്. അവനുണ്ടായ ആ ചിന്ത അവനെ പിതാവിൽ നിന്ന് അകറ്റുകയാണ്. പിതാവിൽ നിന്നകുന്ന ദൂരദേശത്തേക്ക് അവൻ യാത്രയാവുകയാണ്. ചില ഭാഗങ്ങൾ ഹിഡൻ ആണ്, ഇൻവിസിബിളാ, കാണാൻ കഴിയുന്നില്ല. അവൻ എന്തുകൊണ്ട് മാറ്റമുണ്ടായി എന്നുള്ളത് കാണാൻ കഴിയുന്നില്ല. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച ദൂരദേശത്തേക്ക്, അതായത് പിതാവിൽ നിന്ന് അകന്ന് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ദുർനടപ്പുകാരനായി വ്യഭിചാരശാലയിൽ പോയിട്ടുണ്ടാകാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ക്ലബ്ബുകളിൽ പോയിട്ടുണ്ടാകാം, കള്ളുകൂടി അകപ്പെട്ടിട്ടുണ്ടാകാം, കഞ്ചാവ്, ചരസ്, മറ്റുള്ളതായ തിന്മകളെല്ലാം കടന്നു പോയിട്ടുണ്ടാകാം. ആമേൻ. അതിനുശേഷം ഇവിടുത്തെ അടിപിടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, ചീത്ത കൂട്ടുകെട്ടുകള്, ഗ്യാങ്ങുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ടാകാം. ദുർനടപ്പിലേക്ക് അവൻ കടന്നു പോകാനിടയായി. എന്ത് സംഭവിച്ചു? വസ്തു മുഴുവൻ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. ആമേൻ. അവന് മുട്ടു വന്നു തുടങ്ങി. കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് അവിടെ മുട്ടു വന്നു തുടങ്ങി. പല പല പ്രയാസങ്ങളും പലയിടത്തും അവൻ ആഗ്രഹിക്കാൻ നടക്കാതെയായി. പല പല മുട്ടുകൾ വന്നു തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ഈ മുട്ടുകൾ വന്നു തുടങ്ങിയപ്പോ അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു.
പന്നികളെ മേയ്പ്പാൻ അയച്ചു. അപ്പോ അവനൊരു ജോലിക്ക് ആഗ്രഹിക്കുകയാണ്. ജോലിക്ക് ആഗ്രഹിച്ച് അവൻ ഈ ലോകത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു വ്യക്തിയിൽ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി അവനൊരു ജോലി കൊടുത്തു, പന്നികളെ മേയ്ക്കുന്ന ജോലി. അവന് പിതാവിൽ നിന്ന് അകന്ന് ലോകത്തിൽ അവനായപ്പോ അവന് ജോലിക്ക് ആഗ്രഹിച്ചു. ആ ജോലി അവന് കിട്ടിയത് പന്നികളെ നോക്കുന്ന ഒരു ജോലിയാണ് അവന് കിട്ടിയത്. ആമേൻ, ഹല്ലേലൂയ. പന്നികളെ നോക്കുന്ന ജോലി, അതായത് പന്നികളുടെ കൂടെയാണ് വാസം. പന്നിയെ കുറിച്ചൊരു പ്രത്യേകതയുണ്ട്. ഈ പന്നിക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പന്നിക്ക് ഒരിക്കലും മാറ്റമില്ലാത്തൊരു മൃഗമാണ് പന്നി. അപ്പൊ ഇവന്റെ ഇപ്പോഴത്തെ ജോലി പന്നികളുടെ കൂടെയാണ്. ഈ പന്നികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പന്നികളുടെ യജമാനന്മാർ സാധാരണ പന്നികളെ കുളിപ്പിക്കാറില്ല. പക്ഷെ ഈ പന്നികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പന്നികളെ നിങ്ങൾ മനസ്സിലാക്കിയോ? പന്നികളുടെ പ്രത്യേകത, ഈ പന്നികളെ നമ്മൾ കൊണ്ടുപോയിട്ട് ആ പന്നിക്ക് ഒരു നല്ല യജമാനൻ ഉണ്ടെന്ന് ചിന്തിച്ച, നല്ലൊരു യജമാനൻ, വളരെ വൃത്തിയും വെടിപ്പും ഉള്ള ഒരു യജമാനൻ. ഈ പന്നിയെ ദിവസവും യജമാനൻ കാരണം വൃത്തികേടായിട്ടിരിക്കുന്നതുകൊണ്ട് ആ യജമാനൻ കൊണ്ടുപോയിട്ട് ഓരോ നിമിഷം ഓരോ പന്നിയെയും കുളിപ്പിക്കും. ഓരോ പന്നിയെയും കുളിപ്പിച്ചിട്ട്, മോനെ ഇപ്പൊ കണ്ടോ നിന്നെ എത്ര സുന്ദരനാ നീയെ എന്ന് പറഞ്ഞാൽ പന്നി അങ്ങ് വിടും. പന്നി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പന്നി എന്താ നേരെ പോയി ചെയ്യാൻ വേണമെന്ന് അറിയാമോ? ആ പന്നിയെ ചെളി കണ്ടാൽ ചെളിയിലേക്ക് എടുത്ത് ചാടും. പന്നി നന്നായിട്ടൊന്ന് ഉരുളും, ഇല്ലേ? എന്നിട്ട് പിറ്റേ ദിവസം യജമാനൻ കാണുമ്പോഴോ, ഓ വീണ്ടും അഴുക്കായോ? പക്ഷെ ഞാൻ നല്ല ഇടയനാ, നല്ല യജമാനനാ എന്ന് പറഞ്ഞ് പന്നിയെ വീണ്ടും എന്ത് ചെയ്യും? പന്നിയെ വീണ്ടും യജമാനൻ കഴുകും. മനസ്സിലായോ? എന്നിട്ട് പന്നിയെ വീണ്ടും വെളിയിടും. പന്നി എന്ത് ചെയ്യും? വീണ്ടും പോയി ചെളി ചാടും. മനസ്സിലായോ? അങ്ങനെ വീണ്ടും ആ നല്ല യജമാനൻ വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഈ റൗണ്ട് ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടേ ഇരിക്കുകയാ. ഒരു റൗണ്ട് നടന്നുകൊണ്ടിരിക്കുക. കാരണം പന്നിയെ യജമാനൻ കാണുമ്പോൾ പന്നി വൃത്തികെട്ടിരിക്കുന്നു. നല്ല യജമാനൻ ആ പന്നിയെ നന്നായിട്ട് കഴുകുന്നു. എന്നിട്ട് വീണ്ടും ആ പന്നിയെ വിടുന്നു. വീണ്ടും ആ പന്നി പോയി ആ ചെളിയിൽ, അതേ ചെളിയിൽ വീഴുന്നു. വീണ്ടും യജമാനൻ ആ പന്നി റൗണ്ട് പൂർത്തിയാകാനുണ്ടോ? വീണ്ടും യജമാനൻ ആ പന്നിയെ കഴുകുന്നു. വീണ്ടും യജമാനൻ ആ പന്നിയെ വിടുന്നു. വീണ്ടും പന്നി പോയി ആ ചെളിയിൽ ചാടുന്നു. വീണ്ടും യജമാനനെ പന്നിയെ കഴുകുന്നു. വീണ്ടും യജമാനൻ പന്നിയെ വിടുന്നു. വീണ്ടും യജമാനനെ പന്നിയെ വിടുമ്പോൾ പന്നി ചെളി ചാടുന്നു. ആ ചെളിയിൽ വീണ്ടും യജമാനൻ കഴുകുന്നു. വീണ്ടും യജമാനൻ പന്നിയെ വിടുന്നു. പന്നി വീണ്ടും ചെളി ചാടുന്നു. വീണ്ടും യജമാനൻ കഴുകുന്നു. വീണ്ടും പന്നിയെ വിടുന്നു. പന്നി വീണ്ടും ചെളിയിൽ ചാടുന്നു. വീണ്ടും ഇതാ പന്നിയെ കഴുകുന്നു. വീണ്ടും വിടുന്നു. ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ബുദ്ധിയുള്ളവർക്ക്, ആത്മാവുള്ള ചിലർക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിയെന്ന് മനസ്സിലായി. ഇങ്ങനെ പന്നി റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യജമാനൻ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇനി അവസാനം ഈ യജമാനൻ ഈ പന്നിയെ എന്നാ പറയും? എടാ പന്നി, നിന്നെ എത്ര കുളിപ്പിച്ചിട്ട് എന്തിനാ? മനസ്സിലായോ? നിന്റെ സ്വഭാവം മാറത്തില്ല. മനസ്സിലായോ? പന്നിയുടെ സ്വഭാവം മാറത്തില്ല. ഇപ്പൊ ഇവന്റെ കൂട്ടുകാരുടെ കൂടെയാ. ഇവന്റെ കൂട്ടുകാരുടെ കൂടെയാ, പന്നിയുടെ കൂടെയാ. മനസ്സിലായോ? ഇവന്റെ ജോലി പന്നികളുടെ ഇടയിലാ. ആമേൻ. ഇവന്റെ ജോലി പന്നികളുടെ ഇടയിലാണ്. ഇവൻ ആഗ്രഹിക്കുന്ന ഫുഡ് ഏതാണെന്നറിയാമോ? ഇപ്പോഴത്തെ പന്നിക്ക് കൊടുക്കുന്ന ഒരു തരം പയറുണ്ട്, വാളവര എന്ന് പറയുന്ന ഒരു സാധനം. പന്നിക്ക് കൊടുക്കുന്ന ഫുഡാണ് ഇവന് വേണ്ടത്. ഈ ഫുഡിന് വേണ്ടി ഇവൻ ആഗ്രഹിക്കുക. കണ്ടോ ഇവന്റെ ആഗ്രഹം, ഇവന്റെ സ്വപ്നം കണ്ടോ? അപ്പോ പിതാവിൽ നിന്ന് അകന്നു പോയവന്റെ സ്വപ്നം നോക്കിയേ. ഈ പന്നിക്ക് കൊടുക്കുന്ന സാധനമാണ് ഇവന് വേണ്ടത്. ഇവന്റെ സ്വപ്നം അങ്ങ് അതമ്പതിച്ചു പോയി. ഇവന്റെ സ്വപ്നം അങ്ങ് അതമ്പതിച്ചു പോയി. ഇവന്റെ സ്വപ്നം അങ്ങ് അതമ്പതിച്ചിട്ട് ഇവൻ ഇപ്പൊ വേണ്ടത് പന്നിക്ക് കൊടുക്കുന്നതാണ് എനിക്ക് കിട്ടണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇവന്റെ ആഗ്രഹം നടക്കുന്നുണ്ടോ? ഇവന്റെ ആഗ്രഹം നടക്കുന്നില്ല. ഇവന്റെ ആഗ്രഹം നടക്കാത്തതിന്റെ കാരണം ഒന്ന്, ഇവന്റെ കയ്യിൽ പൈസ ഇല്ല. അവിടെ മുഴുവൻ ക്ഷാമമാ. അവിടെ പറയാണ് ആ ദേശത്തൊരു ക്ഷാമം വന്നതോടുകൂടെ ഇവന്റെ കയ്യിൽ പൈസ ഇല്ല. ഇവന് സാലറി അഡ്വാൻസ് കിട്ടിയിട്ടില്ല. ഇവൻ എവിടെയാ? ദേശത്തിലെ ഒരു പവറിന്റെ അടുക്കൽ പന്നി ഫാക്ടറിയില്ല. അപ്പൊ ജോലി, അവന് സാലറി അഡ്വാൻസ് കിട്ടിയിട്ടില്ല, സാലറി കിട്ടിയിട്ടില്ല. അവന് പ്രശ്നങ്ങൾ അനവധി. കർത്താവ് സ്തോത്രം ചെയ്തേ.
ഇവന് പ്രശ്നങ്ങൾ അനവധി. സാലറി അഡ്വാൻസ് ഇല്ല, സാലറി ഇല്ല. പിന്നെ എങ്ങനെയെങ്കിലും ഈ തന്റെ സ്വപ്നം നിവർത്തിക്കുവാൻ തക്കവണ്ണം ഈ പന്നി തിന്നുന്ന സാധനം എനിക്ക് കിട്ടണം, അതാണ് അവന്റെ ആഗ്രഹം, അവന്റെ സ്വപ്നം. അത് നിവർത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കൂട്ടുകാർ അവരെണ്ണം സമ്മതിക്കത്തില്ല. കോമ്പറ്റീഷൻ, വമ്പിച്ച കോമ്പറ്റീഷൻ. അവിടെ പറയാണ് അവൻ ആരും അത് കൊടുക്കുന്നില്ല, അവൻ ആരും അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ കൂട്ടുകാരുടെ ഇടയിൽ പ്രശ്നം, സാലറി ഇല്ല, വിശക്കുന്നു. മാത്രമല്ല തന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നില്ല, തനിക്കിപ്പോ വാളവര വേണം. ഇല്ലോ, ഈ പന്നിയുടെ സ്വപ്നമാണ്, പന്നി ആഗ്രഹിച്ച് നടക്കുന്നതാണ് ഇവനും ആഗ്രഹിക്കുന്നത്. ഇവന് വാളവര വേണം. ഇത്രയും പ്രശ്നം ഇവന് നടക്കുക. കർത്താവ് ഇതൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒന്ന്, നിന്റെ കൂട്ടിപ്പോ ശരിയല്ല, നിന്റെ കൂട്ടിപ്പോ ശരിയല്ല. പന്നികളോട് കൂടെയാ നിന്റെ കൂട്ട്. അതായത് ഒരിക്കലും തിരിയാൻ പറ്റാത്ത ഒരു കൂട്ടമുണ്ട്, അതിനോട് കൂടെയാ നിന്റെ കൂട്ട്. അതുകൊണ്ട് നിനക്ക് പന്നിയുടെ സ്വഭാവമായിരിക്കുക. നീ പന്നിയല്ല, നിനക്ക് പന്നിയുടെ സ്വഭാവമായി. നീ പന്നിയല്ല, നിനക്ക് പന്നിയുടെ സ്വഭാവമായി. പിന്നെ പന്നിയുടെ സ്വഭാവം എങ്ങനെ അറിയാം? നീ ഇപ്പൊ ആഗ്രഹിക്കുന്നതും പന്നി തിന്നുന്നതാണ് നീ ആഗ്രഹിക്കുന്നേ. നിന്റെ സ്വപ്നവും പന്നി തിന്നുന്നതാ, നിന്റെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ ഈ ആഗ്രഹത്തിന് വേണ്ടി നിൽക്കുകയാ നീ ഇപ്പോൾ. നിന്റെ പ്രശ്നം എന്താ? പന്നി തിന്നുന്ന സാധനം നിനക്ക് കിട്ടുന്നില്ല, മാത്രമല്ല അത് ആരും തരുന്നില്ല നിനക്ക്. അപ്പോ നിനക്ക് ശത്രുക്കളുണ്ട് ഒരു ഭാഗത്ത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക, നിനക്ക് ശത്രുക്കളുണ്ട് ഒരു ഭാഗത്ത്. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഒരു ഭാഗത്ത്, അവന് ശത്രുക്കളുണ്ട് ഒരു ഭാഗത്ത്. അവന്റെ സാമ്പത്തികമായ അവന്റെ ഭദ്രതയില്ല, അവന് സാലറി കിട്ടുന്നില്ല, അവന് പണം കിട്ടുന്നില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ അവനത് വാങ്ങിക്കാമായിരുന്നു. പിന്നെ അവന് തരേണ്ട വ്യക്തി, അതിന് കിട്ടാനുള്ള കാര്യങ്ങൾ അവന് കിട്ടേണ്ട, അവന്റെ കോമ്പറ്റീഷൻസ്, അവന്റെ കോമ്പറ്റീറ്റർ അവരത് തരുന്നില്ല, അവന്റെ കൂട്ടുവേലക്കാർ അവരവന് കൊടുക്കുന്നില്ല. ഇതൊക്കെ അവന്റെ പ്രശ്നങ്ങളാണ് ഇന്നത്തെ. ഇനി ഞാൻ പണ്ട് ചില കാലങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദൈവദാസനായിരുന്നുവെങ്കിൽ ഞാൻ അവന്റെ അടുക്കലേക്ക് പോകുമായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? ഒരു ദൈവദാസനായി. എങ്ങനെ ഞാൻ പോകണമെന്ന് പറയാമോ? എടാ കുഞ്ഞെ, നിനക്ക് എന്താ പ്രശ്നം? അവൻ എന്നോട് പറയും, കർത്താവിന്റെ ദാസനെ എനിക്ക് പന്നി തിന്നുന്ന വാളവര കിട്ടുന്നില്ല, ഇതാണ് എന്റെ പ്രശ്നം. ശ്രദ്ധിച്ചു കേൾക്കുക, കർത്താവിന്റെ ദാസനെ എനിക്ക് പന്നി തിന്നുന്ന വാളവര കിട്ടുന്നില്ല. ഈ ദേവദാസന്മാര് നരകത്തിലേക്ക് പോയ കാര്യം പറയാ. പണ്ടത്തെ എന്റെ അവസ്ഥയായിരുന്നെങ്കിൽ അവൻ പറയുന്ന പന്നി തിന്നുന്ന വാളവര എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എന്നാ പറഞ്ഞതെന്ന് അറിയാൻ പറയോ? ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരും. ഞാൻ അവനോട് പറയാൻ പോണത് എന്നായിരിക്കാമോ? ഇന്നത്തെ ഞാനല്ല, അന്നത്തെ ഞാൻ. ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് സാധിച്ചു തരും. ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാ എന്ന് പറഞ്ഞ് ഒരു പക്ഷെ ഒരു ഉപവാസ പ്രാർത്ഥന ഒരു 3 ദിവസം നടത്തും. എന്തിനാണെന്നറിയാമോ? അവന്റെ ഹൃദയത്തിലെ ആഗ്രഹമായ വാളവര അവന് കിട്ടണം. പന്നി തിന്നുന്ന വാളവര അവന് കിട്ടണം. കാര്യം എടുത്ത് കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ഹൃദയത്തിലെ ആഗ്രഹമായ പന്നി തിന്നുന്ന വാളവര കിട്ടണം. ഇൻ കേസ് ആ പ്രാർത്ഥിച്ച് വാളവര കിട്ടിയാൽ അവൻ അടുത്ത ആഴ്ച ഒരു സാക്ഷ്യമുണ്ട്, എന്റെ ദൈവം എനിക്ക് വാളവര തന്നു. അവനെ സംബന്ധിച്ച് അത് വലിയതാ. കാരണം അവന്റെ സ്വപ്നം അധംപതിച്ചു പോയി. അവനെ സംബന്ധിച്ച് അത് വലിയതാ. ഇനി അവൻ ആ പന്നികളുടെ കൂടെ, ആ പന്നിക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവൻ ഈ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അവൻ കണ്ട വ്യക്തിയെ അല്ല. എനിക്ക് വേറെ രീതിയിൽ അവരുടെ അടുക്ക് ചെല്ലാം. എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിനക്ക് ആരാ ഇപ്പോ വളരെ വരാത്തെ? അവൻ എഴുതിയിരിക്കുക, ആരും അവനത് കൊടുത്തില്ല. അപ്പൊ ആരൊക്കെയോ അവനെ തടയുക. എനിക്ക് അവരുടെ അടുത്ത് ചെല്ലാം, അവന്റെ അടുത്ത് ചെല്ലാം. എടാ മോനെ, നമ്മുടെ ദൈവം ശത്രുക്കളുടെ മുമ്പ് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. എനിക്ക് മറ്റൊരു സന്ദേശമായിട്ട് അവിടെ ചെല്ലാം. ഇതൊക്കെ ഡെലിവറൻസാ. ശത്രുക്കളുടെ മുമ്പ് വിരുന്നൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ടൊരു മീറ്റിംഗ് നടത്താം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ മറുമണ്ഡലത്തിൽ, ഈ ലോകത്തിൽ, പന്നികളുടെ കൂട്ടത്തിൽ അവൻ നിൽക്കുവാൻ തക്കവണ്ണം ഉള്ള സകല ക്രമീകരണങ്ങളും
ഇവനെ പിതാവിന്റെ ഭവനത്തിന് ആരാണ് ഇറക്കിക്കൊണ്ടുപോയത്? അവൻ ചെയ്തിരിക്കും. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇവനെ ആരാണ് ഇറക്കിക്കൊണ്ടുപോയത്? അതാരും ചിന്തിക്കുന്നില്ല ആരാ കൊണ്ടുപോയെന്ന്. ആരാണ് ഇറക്കിക്കൊണ്ടുപോയത്? അദൃശ്യ മണ്ഡലത്തിലെ ഒരു ശക്തിയാണ് ഇവനെ ഇറക്കിക്കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇവനെ ആ പന്നിക്കൂട്ടത്തിൽ തന്നെ നിൽക്കുവാനുള്ള എല്ലാ പദ്ധതിയും പിശാച് ചെയ്തിരിക്കും. ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അവിടെ പോകാം. പഴയ നിയമത്തിലെ കാര്യവും പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുകയല്ല, പകരം നിന്റെ അപ്പം തിന്നവൻ നിന്റെ കുതികാലായിട്ട് നിന്റെ തലക്കെട്ട് തന്നെ ചവിട്ടും. ശത്രുക്കളെ സ്നേഹിക്കുക പുതിയ നിയമം ചെയ്യുന്നത്. പുതിയ നിയമം ചെയ്യുന്നത് നിന്റെ ഭൗതിക ശത്രുക്കളെ സ്നേഹിക്കുകയാണ്. നിനക്ക് ശത്രു നിന്റെ ഭൗതികനല്ല, കാണാൻ പറ്റില്ലാത്ത ശത്രുവാണ് നിനക്കുള്ളത്. നിന്നെ ആരാണോ പിതാവിന്റെ മകനെ ഇറക്കിക്കൊണ്ടുപോയത് അവനാണ് നിന്റെ ശത്രു പുതിയ നിയമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അദൃശ്യ ശക്തിയോടെ നിനക്ക് പുതിയ നിയമത്തിൽ പോരാട്ടമുള്ളത്. ആമേൻ. ഈ ഒരു രീതി എനിക്ക് അവിടെ കിടന്ന് എന്നുകൊണ്ട് എനിക്ക് അവിടെ പ്രസംഗിക്കാം. എന്നിട്ട് എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താ എന്ന് പറഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ എന്താ? ഭൗതിക വ്യക്തികൾ ചിന്ന ഭിന്നമായി പോവുക. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. അവിടെ പോയി അങ്ങനെ പ്രസംഗം നടത്താം. ഇതായി നടന്നുകൊണ്ടിരിക്കുന്ന മേജർ പാർട്ടും ജനത്തിന്റെ എക്സ്പെക്ടേഷൻ മുഴുവൻ ഭൗതികം. എന്റെ സഹോദരൻ എന്റെ സഹോദരി എന്നെ ഉപദ്രവിച്ചവർ തകരണം. നോ, ദൈവം അത് ചെയ്യത്തില്ല. ആമേൻ. ദൈവം അത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ ശത്രു മനുഷ്യരല്ല. കുഞ്ഞെ, അതിന് പറയാൻ കർത്താവ് പറഞ്ഞ നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കേ. ശത്രുക്കളെ നീ സ്നേഹിക്കേ. നിന്റെ ശത്രു അവരല്ല, പിശാചും കൂട്ടരെ വാഴ്ചകളും അധികാരങ്ങളും നിന്നെ ദൈവത്തിന്റെ വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലേ, അവനാ നിന്റെ ശത്രു. ആമേൻ, ഹല്ലേലൂയ. ഇനിയും വേറെ രീതിയിൽ എനിക്ക് അവിടെ പോകാം. അടുത്ത ഒരു സുവിശേഷമായിട്ട് പോകാം. എന്താണ്? നിന്റെ യജമാനൻ നിനക്ക് സാലറി തരുന്നില്ലയോ? ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസിനായി ഞാൻ അടുത്ത മീറ്റിംഗ് നടത്തുക. ഫൈനാൻഷ്യൽ ഡെലിവറൻസ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇതുപോലെ ഈ വാളവര കിട്ടാതെ കിടക്കുന്ന കൂട്ടുകാരുമായി കോമ്പറ്റീഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യജമാനനുമായി പ്രശ്നമുള്ള ഈ വ്യക്തിയുടെ അടുക്കൽ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ഈ വ്യക്തി ഇതെല്ലാം സംഭരിച്ച് ഏറ്റെടുക്കും. ഈ വ്യക്തി ആ ഗ്രൂപ്പിൽ ചേരുകയും ചെയ്യും. ആമേൻ. മനസ്സിലായോ? ഇങ്ങനെ പല ശുശ്രൂഷകളുമായിട്ട് എനിക്ക് അവിടെ കടന്നു പോകാം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം കർത്താവ് അവിടെ ചെയ്ത അദൃശ്യമായ ശുശ്രൂഷയിലൂടെ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവന് സംഭവിച്ചത് മാനസാന്തരമാണ്. അവന് സംഭവിച്ചത് അവിടെ മാനസാന്തരമാണ്. അവിടെ പറയാണ്, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ പൗരന്മാരിൽ, ലോകത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. അവന്റെ ആഗ്രഹമൊക്കെ മാറി. ഇപ്പോ പന്നി തിന്നുന്നതാണ് അവൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആരും അവന് കൊടുത്തില്ല. പ്രശ്നമാണ് അവിടെ. അവൻ ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവർ അത് തടയുക. ആരും അവന് അത് കൊടുത്തില്ല. പ്രിയരെ, നിങ്ങളുടെ അവസ്ഥകൾ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾ ചിന്തിച്ചു നോക്ക്. ആരും അവന് കൊടുത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ, അദൃശ്യ മണ്ഡലത്തിൽ എന്തോ സംഭവിച്ചു. ഇവിടെ അദൃശ്യ മണ്ഡലത്തെ കാണിക്കുന്നില്ല. അദൃശ്യ മണ്ഡലത്തിൽ എന്തോ സംഭവിച്ചതുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങി പോകുന്നത് പിതാവിന്റെ ഭവനത്തിൽ നിന്ന്. ഇതോടൊപ്പം തന്നെ അദൃശ്യ മണ്ഡലത്തിൽ ഒന്ന് സംഭവിക്കുന്നത് കൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവന് സുബോധം വന്നിട്ട്. അപ്പോൾ അവന് സുബോധം വന്നു. എന്തോ സംഭവിച്ചു. അപ്പോൾ അവന് സുബോധം വന്നു. അവന് സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്നു
പറഞ്ഞു. എവിടെ? ഹൃദയത്തിൽ. എവിടെ അവൻ പറഞ്ഞു? അവന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ, ഇതാണ് കോർ പോയിന്റ്. ഇതാണ് കോർ പോയിന്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഇതാണ് കോർ പോയിന്റ്. അവിടെ പറയുക, അവൻ എഴുന്നേറ്റു. എവിടെ നിന്ന് എഴുന്നേറ്റു? പറ. അവൻ എവിടെ നിന്ന് എഴുന്നേറ്റു? എന്തോ സംഭവിച്ചു. അതിന്റെ പരിണിത ഫലമായി അവന് സുബോധം ഉണ്ടായി. മനസ്സിലായോ? സുബോധം ഉണ്ടായി. എന്താ അവന് സുബോധം ഉണ്ടായേ? സുബോധം ഉണ്ടായ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. സുബോധം വരണം ഇന്ന് സഭയ്ക്ക് ഇന്ന് സുബോധം വരണ്ടേ. സുബോധം വന്നാൽ അവൻ എഴുന്നേക്കും. ഇപ്പൊ അവന് പന്നിയുടെ വളവര വേണ്ട. ആ ശുശ്രൂഷ കൊണ്ട് ആരെങ്കിലും അവൻ ഓടിക്കും. ഇപ്പൊ അവന് ശത്രുക്കളുടെ മുമ്പിൽ, അവന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഇപ്പൊ അവന് ഉയരണ്ട. ആ ശുശ്രൂഷ കൊണ്ട് ആരെങ്കിലും ഓടിക്കും. ഇപ്പൊ അവന്റെ യജമാന്റെ അടുത്ത് ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസ് വേണ്ട. ആ ശുശ്രൂഷ കൊണ്ട് ആരെങ്കിലും അവൻ ഓടിക്കും. അവൻ കാരണം എന്താ പറയാ? അവന് സുബോധം ഉണ്ടായി. സുബോധം ഉണ്ടായപ്പോ അവന് ഈ ശുശ്രൂഷ ഒന്നും വേണ്ട. അവൻ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. ആമേൻ. പിതാവിൽ നിന്നാണ് അവൻ അകന്നു പോരുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ചിത്രം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പ്രിയരെ. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ പിതാവിന്റെ ഭവനമാണ് ഈ കാണുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണ്. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അവൻ അകന്നുപോയ ഒരു വ്യക്തിയാ. അവൻ ഒരിക്കലും പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ഇന്ന് അവൻ പന്നിക്കൂട്ടത്തിന്റെ കൂടെയാണ്. പന്നിക്കൂട്ടത്തിന്റെ കൂടെ കിടക്കുകയും പന്നിക്കൂട്ടത്തിന്റെ കൂടെ ഇരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഈ പന്നി തിന്നുന്ന ഈ വസ്തുക്കൾ കിട്ടുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ അതാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ സ്വപ്നം പോലും അതമ്പതിച്ചു പോയി. ഇനി അവന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന വ്യക്തികൾ കണ്ടോ, ഇവരാരും അവന് പന്നി തിന്നുന്ന വസ്തുക്കൾ കൊടുക്കുന്നില്ല. യജമാന്റെ അടുത്ത് സാലറി കിട്ടുന്നില്ല, അഡ്വാൻസ് കിട്ടുന്നില്ല. യജമാൻ അത് പിടിച്ചു വച്ചിരിക്കുന്നു. അവിടെ പ്രശ്നം. ഇനി ഇവൻ ഇത്രയും നാൾ ആഗ്രഹിച്ചത്, എനിക്ക് പന്നി തിന്നുന്ന സാധനം എനിക്ക് കിട്ടണം, ഇത് എനിക്ക് ആര് തരും? ഇതവൻ ചിന്തിക്കുന്നേ. അപ്പോൾ ഞാനൊരു ദൈവദാസനായിട്ട് അവിടെ ചെന്ന് പറയും, നിനക്ക് പന്നി തിന്നുന്നത് ഞാൻ തരാം, എന്റെ ദൈവം അത് തരും എന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ എന്റെ ദൈവത്തെക്കാൾ ഉപരി അത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പന്നികളുടെ കൂട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന ഒരുവനുണ്ട്. അവൻ നിനക്കത് തരും. കാരണം നിന്നെ ഈ പന്നിയുടെ കൂട്ടത്തിൽ വിടരുത്. മനസ്സിലായോ? ഇവിടെ തന്നെ നിനക്ക് പിടിച്ചു നിർത്തണം. അവന്റെ പേരാ പിശാച്. ആദത്തെ ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാരാ? പിശാച്. അദൃശ്യനായ ഒരു ശക്തിയാ. ആ മനുഷ്യപുത്രൻ, ആ ധൂർത്തപുത്രനായ വ്യക്തി, അവൻ ധൂർത്തനല്ലായിരുന്നു, അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു. അവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത് ആരാന്നറിയാമോ? പിശാചാ. ആമേൻ. പിശാച് ഇറക്കിക്കൊണ്ടുപോയി ലോകത്ത് കൊണ്ട് നിർത്തി. ലോകത്തിന്റെ ഭരണാധികാരി, കുഞ്ഞെ നീ ലോകത്ത് നിന്ന് എഴുന്നേക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നെ അവിടെ ഇരുത്തും. അവിടെ തന്നെ ഇരുത്തും. അപ്പോൾ ഈ സ്വപ്നങ്ങൾ, പന്നി തിന്നുന്ന വാളവരയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ, ശത്രുക്കളുടെ മുമ്പാകെ തനിക്ക് ആ പാളവര തരാതെ പിടിച്ചു വയ്ക്കുന്ന കൂട്ടുകാരുടെ മുമ്പിലുള്ള അവരെ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന സ്വപ്നങ്ങൾ, ഇതെല്ലാം അവിടെ താഴെ വെച്ചിട്ട് തൻ്റെതായ ജയമാനം പണം തരുന്നില്ല, അതിന് പോലെ അതെല്ലാം പണം തരുന്നില്ല, ഫൈനാൻഷ്യൽ ഡെലിവറൻസിന് വേണ്ടിയുള്ള ആ വിഷയങ്ങൾ, ഇതെല്ലാം വിട്ടിട്ട് അവന് സുബോധം വന്നു. കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന ദേവദാസന്മാരെ, ആ സുബോധം വരുത്തുവാനുള്ള ശുശ്രൂഷ എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചേക്കണേ. ആ സുബോധം വരുത്താനുള്ള ശുശ്രൂഷ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചേക്കണേ. അല്ലാണ്ട് വാളവര കൊടുക്കാനുള്ള ശുശ്രൂഷയല്ല. അല്ലാതെ ആ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കാനുള്ള ശുശ്രൂഷയല്ല. മനുഷ്യ ശത്രുക്കളുടെ മുമ്പാകെ അല്ലാതെ ഫൈനാൻഷ്യൽ ഡെലിവറൻസിന് വേണ്ടി ശുശ്രൂഷയല്ല. എന്റെ യേശു എവിടെയെങ്കിലും ഫൈനാൻഷ്യൽ ഡെലിവറൻസിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരം ഇവര് സുബോധം വരുത്താനുള്ള പ്രസംഗം പ്രസംഗിക്കണ്ടേ? സുബോധം വരുത്തുവാൻ. എന്താ സുബോധം? കുഞ്ഞെ, നീ ഇവിടെ പന്നികളുടെ കിടന്ന വാളവരയ്ക്ക് വേണ്ടി കരയേണ്ടവനല്ല, നിന്റെ ശത്രുക്കളെ ഒടുക്കാൻ വേണ്ടി കരയേണ്ടവനല്ല. ഭൗതികമായി നിനക്ക് ശത്രുക്കളില്ല, അവരെ നീ സ്നേഹിക്കേണ്ടതാ. പകരം നിന്നെയും കാത്ത് ഒരുത്തൻ കാത്തിരിക്കുന്നുണ്ട്. നീ ഇറങ്ങി പുറപ്പെട്ട നാൾ മുതൽ ആദത്തിന്റെ ഉള്ളിൽ നീ സ്വർഗരാജ്യത്തിൽ നിന്ന്, ആ സ്വർഗരാജ്യം എന്ന വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോന്ന നാൾ മുതൽ നിന്നെയും കാത്ത് ഒരു പിതാവ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നോട് പറയാ, ഓ ചെറിയ ആട്ടിക്കൂട്ടം, നീ ഭയപ്പെടേണ്ട. നിന്റെ വീട്, നിന്റെ സ്വർഗരാജ്യം നിനക്ക് തരുവാൻ വേണ്ടി നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുവേ. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു.
ഇതാ ദൈവദാസന്മാർ പറഞ്ഞ് സുബോധം വരുത്തേണ്ടേ. ആമേൻ. ജനത്തിന് കൊടുക്കേണ്ട സുബോധം ഇതാ. ഇപ്പൊ ദൈവദാസന്മാർ തള്ളപ്പെടാനുള്ള കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ. അഭിഷിക്തന്മാർ തള്ളപ്പെടാനുള്ള കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ. അവന് സുബോധം കൊടുക്കണം, സുബോധം. ഇനി ശ്രദ്ധിച്ചോ, ഇനി മാനസാന്തരം എന്താണെന്ന് അറിയണ്ടേ? അയ്യോ ഞാനത് ചെയ്തു, ഇതൊന്നും അല്ല മാനസാന്തരം. ശ്രദ്ധിച്ചു കേട്ടോ. അടുത്ത വാക്യത്തില്, ആ വാക്യത്തില് അവിടെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആമേ. എന്താണ് മാനസാന്തരം എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവൻ പറയാ, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ. അപ്പൻ എവിടെയാ? ഞാൻ ഏത് വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോയ ആ വീട്ടിൽ അപ്പനുണ്ട്. അതാണ് സ്വർഗരാജ്യം. ഏത് വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോന്ന ആ വീട്ടില് അപ്പനുണ്ട്. ഞാൻ എഴുന്നേറ്റ്, കരമെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ. അപ്പോ ഇപ്പൊ അപ്പൻ എന്റെ അടുക്കലാണോ? അല്ല, അപ്പൻ ദൂരെയാ. അപ്പന്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യും? അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പനോട്. അപ്പൊ ഞാൻ എവിടെ ഇന്ന്? ഞാൻ എവിടെയാ? ലോകത്തിൽ, അതായത് പന്നിക്കൂട്ടത്തിലാ. മാനസാന്തരപ്പെടാൻ കഴിവില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാനായിരിക്കുന്നത്. എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റും. എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റും. ഇവിടെ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കൽ പോകും. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ ഈ രണ്ട് സ്ഥലവും ഡിഫറന്റാ. ഒന്ന്, ഇത് ഈ പന്നിക്കൂട്ടത്തെ കാണിക്കുന്ന ലോകം, വേൾഡ്. ഞാൻ എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പന്നിക്കൂട്ടത്തിൽ എഴുന്നേറ്റ്, ലോകത്തിൽ ഞാൻ എഴുന്നേറ്റ്, ഇത്രയും നാൾ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കളിക്കുമായിരുന്നു. ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇതാ ഞാനൊരു യാത്ര ചെയ്യാൻ പോവാ. ഞാനൊരു യാത്ര ചെയ്യാൻ പോവുകയാണ്. ഞാൻ എഴുന്നേറ്റ് ഒരു യാത്ര ചെയ്യാൻ പോവുകയാ. എങ്ങോട്ട്? എന്റെ പിതാവിന്റെ അടുക്കലേക്ക്. ഇതാ സ്വർഗരാജ്യം. ഞാൻ ഇറങ്ങിപ്പോയ ആ മണ്ഡലത്തിലേക്ക്, ഇറങ്ങിപ്പോന്ന ആ മണ്ഡലത്തിലേക്ക് ഞാനിതാ യാത്ര ചെയ്യാൻ പോവുകയാ. കണ്ടോ? ആ പന്നിക്കൂട്ടത്തിൽ താൻ എഴുന്നേറ്റു, താൻ തിരിഞ്ഞു. യാത്ര ചെയ്യാൻ വേണ്ടി താൻ തിരിഞ്ഞു. ഇതിന്റെ പേരാ മാനസാന്തരം. യാത്ര ചെയ്യാൻ വേണ്ടി താൻ തിരിഞ്ഞു. ഇപ്പൊ തന്നെ ഹൃദയം എവിടെയാ? പന്നിക്കൂട്ടിലാണോ? ഇപ്പൊ തന്നെ ഹൃദയം എവിടെയാ? പിതാവിന്റെ അടുക്കൽ, സ്വർഗരാജ്യത്തിലെ തന്റെ ഹൃദയം. ഇതിന്റെ പേരാ അകത്ത് നടന്ന മാറ്റം ഇത്. ഇപ്പോഴും അവൻ എവിടെ നിൽക്കുക? അവൻ പന്നിക്കൂട്ടത്തിലാണ് നിൽക്കണേ. അവൻ നിൽക്കണ പന്നിക്കൂട്ടത്തിൽ തന്നെയാ. പക്ഷെ അവന്റെ ഹൃദയം എവിടെയാ? പിതാവിന്റെ അടുക്കൽ. ഇതിന്റെ പേരാ മാനസാന്തരം. മനസ്സിലായോ? ഇപ്പോഴും ഞാൻ നിങ്ങൾ നിൽക്കുന്ന ലോകത്തിൽ തന്നെയാ. മാനസാന്തരപ്പെടാൻ കഴിയാത്തൊരു സമൂഹത്തിന് നടുവിൽ നിൽക്കണേ. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിലാ. മനസ്സിലായോ? ഇതിന്റെ പേരാ മാനസാന്തരം. ദൈവദാസന്മാർ തള്ളപ്പെട്ടത് മനസ്സിലായോ? ഈ സംഭവം ഇല്ലാന്ന്, ഈ ചിന്തയില്ല. ലോകത്തിലായിരുന്ന തങ്ങൾ എഴുന്നേറ്റ്, അവർ പറയുന്നില്ല ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കൽ ചെല്ലും, സ്വർഗരാജ്യത്തിലുള്ള എന്റെ പിതാവിന്റെ അടുക്കൽ ചെല്ലുമെന്ന് തങ്ങളുടെ ഹൃദയം കൊണ്ട് അവർ പറയുന്നില്ല. ഹൃദയം കൊണ്ട്, അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോ ഈ വ്യക്തി ഭൗതികമായിട്ട് എവിടെയാ? ലോകത്തിലാ. അവന്റെ ഹൃദയം കൊണ്ട് അവൻ എവിടെയാ? ദൈവരാജ്യത്തിലാ. പക്ഷേ അവിടെ വന്ന ദൈവദാസന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞറിയാമോ? നിങ്ങൾ ഭൗതികമായി നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിലെ പ്രവൃത്തിയെ ചെയ്തേ. ഞാൻ പരഫ്രൈസ് ചെയ്യാം. ഭൗതികമായ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ ആരുടെ പ്രവൃത്തി ചെയ്തെന്നറിയാമോ? സ്വർഗരാജ്യത്തിന്റെ പ്രവൃത്തിയെ ചെയ്തേ. പക്ഷെ നിങ്ങളുടെ ഹൃദയം എവിടെയായിരുന്നറിയാമോ? പന്നിക്കൂട്ടത്തിലായിരുന്നു. നിങ്ങളുടെ ഹൃദയം പന്നിക്കൂട്ടത്തിലും, പക്ഷേ നിങ്ങൾ ചെയ്തത് സ്വർഗരാജ്യത്തിന്റെ പ്രവൃത്തികളും. വ്യത്യാസം മനസ്സിലായോ? നിങ്ങളുടെ ഹൃദയം പന്നിക്കൂട്ടത്തിൽ, ഇവിടത്തെ മഹത്വം, ഇവിടെ ആളുകൾ തങ്ങളെ ഗുരു എന്ന് വിളിക്കുവാൻ, തങ്ങളെ അപ്പസ്തോലൻ എന്ന് വിളിക്കുവാൻ, പാസ്റ്റർ എന്ന് വിളിക്കുവാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചു.
ഇവിടത്തെ നിങ്ങളുടെ ഹൃദയം മുഴുവൻ ഇവിടെയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു. ഇവിടത്തെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. സ്വർഗരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് ഇവിടെ സമ്പാദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ഇവിടെ പേരെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളുടെ പ്രവൃത്തിയല്ല സ്വർഗരാജ്യത്തിൻ്റെതായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയം പന്നിക്കൂട്ടത്തിലായിരുന്നു. മനസ്സാന്തരം ഉണ്ടായില്ല. എന്തുണ്ടായില്ല? മനസ്സിന് അന്തരം ഉണ്ടായില്ല. മനസ്സ് ലോകത്തിലാണ് നാം നിൽക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സ് സ്വർഗരാജ്യത്തിലായിരിക്കണം. ഇതിന്റെ പേരാ മനസ്സാന്തരം. മനസ്സിലാവുന്നുണ്ടോ? ഇതുണ്ടായില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. ഇവൻ പറയും, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക്, ലോകത്തിലായിരിക്കുന്ന ഞാൻ എഴുന്നേക്കും. ഹൃദയം കൊണ്ട് ഞാൻ എഴുന്നേക്കും. എന്നിട്ട് ഹൃദയം കൊണ്ട് ഞാൻ നടക്കും. എങ്ങോട്ട്? എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ ഹൃദയം കൊണ്ട് നടക്കും. ഇതൊരു നടപ്പാണ്. ഇന്ന് ഏത് ക്രിസ്ത്യാനിക്കാ നടപ്പുള്ളത്? എവിടെയെങ്കിലും എണ്ണിയ വിരലിൽ എണ്ണാവുന്ന എവിടെയെങ്കിലും ആരെങ്കിലും? ഇതാ കർത്താവ് പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെടുന്ന ചുരുക്ക. ഇവരാരും എഴുന്നേക്കുന്നില്ല. ഒന്ന് എഴുന്നേറ്റാലേ രണ്ടാം നടക്കാൻ പറ്റൂ. കുഞ്ഞെ, നിന്റെ ഹൃദയം അവിടെയാണെങ്കിൽ മാത്രമേ നിന്റെ ദർശനം ദൈവരാജ്യത്തിലുള്ളൂ. ദൈവരാജ്യത്തിലാണ് നിന്റെ ദർശനമെങ്കിൽ മാത്രമേ നീയാവുന്ന വണ്ടി അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. കുഞ്ഞെ, ഈ റാസൊക്കെ നിനക്ക് ദുബായിക്ക് പോകണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയത്തിൽ ദുബായ് വരണം. ശരിയാണോ? ആദ്യം നിന്റെ ഹൃദയത്തിൽ ദുബായ് വരണം. നീ സ്വർഗരാജ്യത്തിലേക്ക് ഒരു യാത്ര ഉണ്ടാകണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയത്തിൽ സ്വർഗരാജ്യം വരണം. ഇതുകൊണ്ടാ യേശുവിന്റെ പ്രസംഗങ്ങൾ യേശു പറയുന്നത്, ഇതാ സ്വർഗരാജ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? മനസ്സിന് അന്തരം വരുത്തുവിൻ. നിന്റെ ലോകത്തിൽ നിൽക്കുന്ന മനസ്സ് നീ സ്വർഗരാജ്യത്തിൽ വെക്കുവിൻ. മനസ്സിലായോ? ഇതാ യേശുവിന്റെ പ്രസംഗം. യേശുവിന്റെ പ്രസംഗം വാളവരെ അല്ലായിരുന്നു. യേശുവിന്റെ പ്രസംഗം ശത്രുക്കളുമായി വിരുന്നൊരുക്കലല്ലായിരുന്നു. പകരം യേശു പറഞ്ഞു, ശത്രുക്കളെ നീ സ്നേഹിക്കാൻ. യേശുവിന്റെ പ്രസംഗം ഫൈനാൻഷ്യൽ ഡെലിവറൻസ് അല്ലായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവന് കിട്ടേണ്ടത് കിട്ടിയാൽ സ്വർഗരാജ്യത്തിലേക്ക് ഇവന് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ ഇവനൊരു ഫൈനാൻഷ്യൽ ഡെലിവറൻസ് വേണ്ട, പിന്നെ ഇവനൊരു വാള ശുശ്രൂഷ വേണ്ട, പിന്നെ ഇവനൊരു ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരു ശുശ്രൂഷ വേണ്ട. കാരണം സ്വർഗരാജ്യത്തിലേക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഇവന്റെ ഉത്തരവാദി സ്വർഗമാ, സ്വർഗത്തിലെ ദൈവമാ. ദൈവം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്ത് ഒരുക്കിയിരിക്കുന്നറിയാമോ? കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരു ഹൃദയം നിരൂപിക്കാത്തത് ദൈവം ഒരുക്കി വച്ചിരിക്കുക. നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും. വ്യത്യാസം മനസ്സിലായോ? ഇതാ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഇതാ ദൈവദാസന്മാർ തള്ളപ്പെട്ടു പോകാനിടയായത്. അതുകൊണ്ട് എന്നെ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ജനത്തെ വളരെ ശുശ്രൂഷയിലേക്കും ഇവിടത്തേതായ ശത്രുക്കളുടെ മുമ്പാകെ വിരുന്നൊരുക്കുന്ന പരിപാടിയിലേക്കും ഇതിലേക്ക് ഒന്നും നയിക്കാതെ അവരെ പിതാവിന്റെ അടുക്കലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗതിയും ആ അഭിഷിക്തന്മാർക്ക് വന്ന ഗതിയായിരിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ചോദിക്കും, അയ്യോ എന്തുകൊണ്ടാ ജനം ഇങ്ങനെ ആയിപ്പോയേ? ജനം ഒരു കുറ്റം ചെയ്തില്ലല്ലോ. ദൈവത്തിന്റെ വചനം, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നു, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇന്ന് കുരുടന്മാർ വഴി നടത്തുന്ന വലിയൊരു സമൂഹമായി ലോകം. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴി വീഴും. ഇത് രണ്ടും വീണു. ദൈവദാസന്മാരും വീണു. അവരാൽ നയിക്കപ്പെട്ട യേശു രക്ഷിതാവായി സ്വീകരിച്ച് ഹല്ലേലൂയ സ്തോത്രം പാടി നടന്ന എല്ലാം വീണു. കുരുടനെ വഴി നടത്തിയ ഇരുവരും കുഴിയിൽ വീഴും. എന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 6:38 നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഈ വാക്യങ്ങൾ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ 39 അവനൊരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമല്ലോ? കഴിഞ്ഞ എന്ത് സംഭവിക്കും? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ഇരുവരും കുഴി വീഴും. യജമാനനും വീഴും, ശിഷ്യനും വീഴും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല, അഭ്യാസം തികഞ്ഞവൻ എല്ലാ ഗുരുവിനെ പോലെ ആകും. ശിഷ്യൻ ഗുരുവിനെ മീതെ അല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. ഞാൻ ഈ പല സഭകളിലും പ്രസംഗിക്കുവാൻ കർത്താവിനെ അയച്ചു വിടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എന്നിലൂടെ പ്രസംഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ലോകം കേൾക്കാത്തതായിരിക്കും. ഈ ലോകം കേൾക്കാത്ത കാര്യം പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരുണ്ടല്ലോ, ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശിഷ്യന്മാര്, വിശ്വാസികൾ. ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും അവരെങ്ങോട്ടാ നോക്കണമെന്നറിയാമോ? അവരുടെ തൊട്ടപ്പുറത്തോട്ട് പാസ്റ്റർ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും
അവർ ഉടനെ തിരിഞ്ഞെല്ലാം കൂടി പാസ്റ്റോട്ട് പോകും. ഇത് എനിക്കൊരു എനിക്കൊരു പുതുമയല്ല ഇത്. കാരണം എന്താണ് പാസ്റ്റർ, ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞതല്ലോ, ഇത് പുതിയതാണല്ലോ, ഇത് ഞങ്ങൾ അംഗീകരിക്കണോ വേണ്ടയോ? കാരണം ഇവർക്കൊരിക്കലും, ഈ ശിഷ്യന്മാർക്കൊരിക്കലും അവരുടെ പാസ്റ്ററേക്കാൾ മോളിൽ കയറാൻ പറ്റത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഓൾറെഡി. ശിഷ്യന്മാരൊരിക്കലും ഗുരുവിനെ മീതെ അല്ല. മാക്സിമം അഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് ഒപ്പുവെത്തും. മനസ്സിലായോ? ഇതുകൊണ്ട് വലിയ തടസ്സം എന്ന് പറയുന്നത് ഗുരുക്കന്മാർ ആത്മീയമായി വളരുന്നില്ല എന്നുള്ളത് വലിയൊരു അബ്ദമാണ്, തടസ്സമാണ്. കാരണം ഇന്നത്തെ സുവിശേഷത്തിന്റെ സ്റ്റൈൽ ഇതാണ്: യേശു രക്ഷിതാവായി സ്വീകരിക്കുക, പിന്നെ വളവരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഫൈനാൻഷ്യൽ ഡിഫറൻസ് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. കുഞ്ഞെ, ഇതിനേക്കാൾ എല്ലാം ആവശ്യമാണ് നിന്റെ മനസ്സിനൊരു അന്തരം. യേശു പറഞ്ഞത് എന്നെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഫൈനാൻഷ്യൽ ഡിഫറൻസിന് വേണ്ടി അങ്ങ് ആരാധിക്കാനല്ല പറഞ്ഞത്. പകരം യേശു പറഞ്ഞ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നീ മനസ്സിന് അന്തരം വരുത്താനാ പറഞ്ഞേ. ആ മനസ്സിന് നാം അന്തരം വരുത്തണം. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ എല്ലാ പദ്ധതികളും പ്രിയ ദൈവത്തിന്റെ ജനമേ അത് അബ്ദമായി തീരും. വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. വി ആർ വേസ്റ്റിംഗ് അവർ ടൈം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, മനസ്സിലാകുന്നോ എന്തുകൊണ്ട് ദൈവദാസന്മാർ വീണു? മാനസാന്തരം ഉണ്ടായില്ല. ഇത് അനേകർ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് യാത്രയാണ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശബ്ദത്തിൽ കേൾക്കുന്ന ദൈവദാസന്മാര് സ്നേഹത്തോടെ കണ്ണുനീരോടെ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, പ്രസംഗിക്ക്. യേശു പ്രസംഗിച്ചത് പ്രസംഗിക്ക്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൈപൊക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മാത്രമല്ല, അത് തുടക്കമാ. തുടർന്നു മനസ്സിന് അന്തരം വരട്ടെ, മനസ്സിനൊരു അന്തരം വരട്ടെ. ഈ ലോകത്തിലല്ല പ്രത്യാശ വെക്കേണ്ടേ. കർത്താവ് പറഞ്ഞു, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാ. അതുകൊണ്ട് ലോകത്തിൽ പ്രത്യാശ വെക്കല്ലേ, പന്നിക്കൂടത്തിൽ പ്രത്യാശ വെക്കല്ലേ. പകരം ദൈവം ആഗ്രഹിക്കുക എന്നു കുഞ്ഞെ നിന്നെ കുളിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ നല്ല യജമാനൻ കഴുകും എന്നു നിന്നെ കുളിപ്പിച്ചുകൊണ്ടിരിക്കാനല്ല. നിന്നെ അയച്ചു വിടുന്നു, നീ ലോകത്തിലേക്ക് ചെല്ലുന്നു, നീ വീണ്ടും പാപം ചെയ്യുന്നു, നീ വീണ്ടും പന്നി ചെയ്യുന്ന പോലെ ചെളിക്കൊണ്ട് വീഴുന്നു. നിന്നെ യേശു വീണ്ടും തന്നെ രക്തത്താ കഴുകുന്നു, വീണ്ടും നിന്നെ വിടുന്നു, വീണ്ടും നീ പാപം ചെയ്യുന്നു, വീണ്ടും നീ തിരിച്ചു വരുന്നു. അയ്യോ കുഞ്ഞെ, നിനക്ക് പന്നിയുടെ സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ല. നീ പന്നിയോടുകൂടെ കൂടി നീ പന്നിയുടെ സ്വഭാവമായി, ലോകത്തോടുകൂടെ കൂടി ലോകത്തിന്റെ സ്വഭാവമായി തീർന്നു. ആ സ്വഭാവം നീ വിട്ടിട്ടില്ല ഇതുവരെ. എന്നാൽ യേശുവിന്റെ നീ കടന്നു വാ. യേശു ചില നാളുകൾക്കുള്ളിൽ നിന്നെ പാപം ചെയ്യാൻ കഴിയാത്ത മനുഷ്യനാക്കി മാറ്റൂ. ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. അല്ലാതെ ദിനം ദിനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനല്ല. പക്ഷെ അബ്ദവശാൽ നാം പാപം ചെയ്താൽ ഇതാ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. അത് പാപം ചെയ്യാൻ ലൈസൻസ് അല്ല. അതുകൊണ്ട് വ്യക്തമായി പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ മനസ്സിലാക്കുക. ഈ ശബ്ദപ്രതിയിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളോട് തികഞ്ഞ സ്നേഹത്തോടും റെസ്പെക്റ്റോടും കൂടി ഞാൻ പറയട്ടെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാതകൾ എത്ര മനോഹരം. പക്ഷെ നിങ്ങൾ ആരും നരകത്തിൽ വീണോ ദൈവമോ ഞാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നാളിൽ മാനസാന്തരപ്പെട്. ലോകത്തിലെ ജനത്തോട് ചെന്നിട്ട് അവർക്ക് വാളവര കൊടുക്കാന്നല്ല പറയേണ്ടത്, അവർക്ക് കൊടുക്കാം ഒരു ഫൈനാൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാന്നല്ല പറയേണ്ടത്, അവർ ശത്രുക്കൾ മുമ്പ് വിരുന്നൊരുക്കാമെന്നല്ല പറയേണ്ടത്. പകരം പറയണത്, നിന്നെയും കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് നിനക്ക്, നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് നിനക്ക് സ്വർഗരാജ്യത്തിൽ. നിനക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കി കാത്തിരിക്കുക. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുമോ, പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്യണം? നീ മനസ്സിന് അന്തരം വരുത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിന് അന്തരം വരുത്താതെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ സകല മതപരമായ കർമ്മങ്ങളും വ്യർത്ഥമായി തീരും. ഈ ദൈവദാസന്മാരെ, ഈ ദൈവജനത്തെയും വീണ്ടും വീണ്ടും ഓർക്കുക. ഞാൻ ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ ആരും എന്നെ സഹായിക്കാൻ ഉണ്ടാകത്തില്ല. എന്റെ സഭയിൽ എന്നെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ കൂട്ടു ദൈവദാസൻ ഉണ്ടാകത്തില്ല. എന്റെ സഭയിൽ എന്നെ പിടിച്ചു നിർത്തിയ എന്റെ വിശ്വാസികൾ ഉണ്ടാകത്തില്ല. എന്റെ ജീവിത പങ്കാളി അവിടെ ഉണ്ടാകത്തില്ല. അങ്ങനെയല്ല, ഈ കൂട്ടം മതി ആ കൂട്ടം മതി എന്ന് പറഞ്ഞ ജീവിത പങ്കാളി ഉണ്ടാകത്തില്ല. ആരും ഉണ്ടാകത്തില്ല കുഞ്ഞെ. നീ ഏകനായി നീ നിൽക്കേണ്ടി വരൂ. നീ എന്ത് ചെയ്യും അവിടെ? നീ ആരോട് ചോദിക്കും? നീ ആരെ ആശ്രയിക്കും? ഞാൻ നിന്നെ അറിയത്തില്ല എന്ന് പ്രിയനാഥൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇപ്പോൾ മനം തിരിയുക, ഇപ്പോൾ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ കൈ ഉയർത്തലല്ല. മാനസാന്തരപ്പെടുക വെച്ചാൽ ഹൃദയം കൊണ്ട് നീ ദൈവരാജ്യത്തിലെത്തണം. നിന്റെ ശരീരത്തിൽ നീ എത്തിയിട്ടില്ല. നിനക്കൊരു നടപ്പുണ്ട്.
പിന്നെ നീ നിന്നിരിക്കുന്ന സ്ഥലത്ത് നീ ഓരോ നിമിഷവും നീ നടക്കണം. എങ്ങോട്ട്? നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നീ ഓരോ നിമിഷവും നീ നടക്കണം. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പിതാവിന്റെ ഭവനത്തിലേക്ക് നീ ഓരോ നിമിഷവും നടക്കണം. നിനക്ക് നടപ്പിന് സ്പീഡുള്ളവരുണ്ടാകും. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എങ്ങോട്ടേക്ക് ഓടുകയാ? നീ സ്വർഗരാജ്യത്തിലേക്ക് ഓടുകയാ. നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ നിർത്തിയല്ല, നീ സ്ഥിരതയോടെ നീ ഓടണം. മനസ്സിലാവുന്നുണ്ടോ? ഈ യാത്രയില് കുഞ്ഞെ നിന്റെ സകല ദുർനടപ്പും നിന്റെ നാദം മാറ്റിത്തരും. സകല ദുർനടപ്പും നിന്റെ നാദം മാറ്റിത്തരും. ഈ യാത്രയിൽ നീ കടന്നു വന്നപ്പോ നീ പലതും കണ്ടു അല്ലേ? ആ പലത് കണ്ടതിനെ ഓരോന്നിനെ നിന്റെ നാദം മാറ്റിത്തരും. നീ ഈ യാത്രയിൽ കടന്നു വന്നപ്പോ നീ ദുർനടപ്പുകാരനായി, വ്യഭിചാരിയോടുകൂടെ നീ ഇവിടെ വെച്ച് കൂട്ടുകൂടി, ഇവിടെ നീ കള്ള ചൂതുകാട്ടക്കാരോടുകൂടെ നീ കൂട്ടുകൂടി, ഇവിടെ നീ ബാറിൽ പോയി ഇരുന്നു കൊണ്ട് നീ പ്രവർത്തിച്ചു, ഇവിടെ നീ പലരുമായിട്ട് അടിപിടി ഉണ്ടാക്കി. എന്നാൽ നീ മനസ്സിലാക്കുക, നീ തിരിഞ്ഞ് നിന്റെ ഹൃദയം കൊണ്ട് നീ ദൈവരാജ്യത്തിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ നീ തിരിഞ്ഞു നടക്കുമ്പോൾ നീ ആദ്യം ചെല്ലുന്ന എവിടെയായിരിക്കും അറിയാമോ? നിന്നെ വ്യഭിചാരത്തിലേക്ക് നടത്തിയ ആ സ്ത്രീയുടെ അടുക്കലായിരിക്കും. ആ സ്ത്രീയുടെ വീട് ക്രോസ് ചെയ്ത് വേണം നിനക്ക് പോകാൻ. ആ സ്ത്രീയുടെ വീട് ക്രോസ് ചെയ്ത് വേണം നിനക്ക് പോകാൻ. നിനക്ക് സ്വയമേ അതിനെ ക്രോസ് ചെയ്യാനുള്ള ശക്തിയില്ല. നീ അവളുടെ കണ്ണിൽ വീണ്ടും വീഴും. പക്ഷെ നിന്റെ ഹൃദയം സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സ്വർഗത്തിലേക്ക് നിന്നെ സഹായിക്കും. അടുത്തത് നീ അത് കഴിയുമ്പോൾ നീ അടുത്ത ക്രോസ് ചെയ്യേണ്ടത് നീ ഇരുന്ന ബാറിൽ കൂട്ടുകാരോടെ കാത്തിരിക്കുകയാ. അത് ക്രോസ് ചെയ്ത് പോകണം. ആ ബാർ ക്രോസ് ചെയ്ത് നിനക്ക് പോകണം. ഇതിന്റെ പേരാണ് ഓരോ നിമിഷം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. മനസ്സിലകത്ത് ആദ്യം നിന്റെ മനസ്സ് സ്വർഗത്തിലെത്തിയാൽ പിന്നെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ നീ കള്ളു കുടിക്കുവാനായിട്ട് നിനക്ക് ആ ടെൻഡൻസി വരുമ്പോ സ്വർഗത്തിലെ ദൈവം പറയുന്നു, എന്റെ ആത്മാവിനെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഓരോ സെക്ഷനും കടന്ന് നീ എങ്ങോട്ടൊക്കെ യാത്ര? നിന്റെ മനസ്സുകൊണ്ട് നീ യാത്രയാകുക, നിന്റെ ശരീരം കൊണ്ട് നീ യാത്രയാകുക ആ ദൈവരാജ്യത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? തുടർന്ന് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വീണ്ടും വെളിപ്പെടുത്തരുവാനിടയാകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. പന്നികളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കാം. നമുക്ക് തിരിഞ്ഞ് നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിൽ വെക്കാം. നമുക്കൊരു നടപ്പുണ്ട് ആ ദൈവരാജ്യത്തിലേക്ക്. കാരണം എന്റെ പിതാവ് കാത്തിരിക്കുകയാ. എന്തു തരാൻ? ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ രാജ്യം തരുവാൻ, ആ വീട് തരുവാൻ, അത് നഷ്ടപ്പെടുത്തിയത് തരുവാൻ ദൈവം കാത്തിരിക്കുകയാ. അതുകൊണ്ട് പ്രിയ ദൈവത്തിനമേ, ഇന്ന് ഈ പുതിയ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമല്ല. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ത്യജിച്ച് ദൈവം തരാനുള്ളത് ഏറ്റെടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വകീയ പിതാവേ, അങ്ങ് അടിയങ്ങൾക്ക് തന്ന അതിശ്രേഷ്ഠമായ ദൈവവചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവത്തിന് ജനിച്ചതല്ല ലോകത്തെ ജയിക്കുന്നു. ഈ വചനം അതുകൊണ്ട് ലോകത്തെ ജയിക്കാൻ പോവുകയാണ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. ഈ ശബ്ദപരിധിയിൽ ആരെല്ലാം എവിടെ നിന്നല്ല എപ്പോഴെല്ലാം കേൾക്കുന്നു അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ഹോളിലായിരിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഒരു മാറ്റത്തിന്റെ ധ്വനി സകല മേഖലകളിലും കാണപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഒരുക്കിയ ദൈവരാജ്യത്തിനായി നന്ദി, അങ്ങ് ഒരുക്കിയ മനസാന്തരത്തിനായി നന്ദി. ജനത്തിന്റെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ, ജനത്തിന്റെ ഹൃദയങ്ങൾ ഒരുങ്ങട്ടെ. ഇപ്പോൾ അവർ എഴുന്നേൽക്കട്ടെ, ആ പന്നിക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ, അവർ തിരിയട്ടെ. ശിഷ്യന്മാരോട് പറഞ്ഞത് ഇതാ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾ കിട്ടത്തില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ്, ഇപ്പോൾ തിരിയട്ടെ, എഴുന്നേൽക്കട്ടെ, ഇപ്പോൾ എഴുന്നേൽക്കട്ടെ, തിരിയട്ടെ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിന്റെ ഹൃദയം ദൈവരാജ്യത്തിൽ വച്ചാട്ടെ, സ്വർഗരാജ്യത്തിൽ വച്ചാട്ടെ. ഹല്ലേലൂയ. ഹൃദയം ഉയരത്തിലേക്ക് വരട്ടെ, ഉയരത്തിലുള്ള ഹൃദയം ചിന്തിക്കട്ടെ. ഇനിയും പന്നിക്കൂട്ടത്തിലുള്ളതല്ല, ഇനി ലോകത്തിലുള്ളതല്ല, ഇനി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം അനുസരിക്കുക. ഇതാണ് മാനസാന്തരം. അതിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. സ്വകീയ പിതാവ് ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. അങ്ങയുടെ വചനം കേട്ട് ഹൃദയത്തിൽ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെ കാണുന്നു. സ്വയമായി ഒരു തീരുമാനവും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ. ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ വെക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരികയാ. നന്ദിയോടെ സ്തോത്രം. ആത്മാവിന് ആ ജഡത്തിന്റെ പ്രവൃത്തികൾ നിഗ്രഹിപ്പാൻ അങ്ങക്ക് ശക്തി തരികയാൽ നന്ദിയോടെ സ്തോത്രം. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വലിയ കരം കർത്താവേ കുഞ്ഞുങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം. അവരെങ്ങ് നയിക്കണമേ, നടത്തണമേ. ഞങ്ങൾക്ക് ആരാ ഉള്ള അങ്ങല്ലാതെ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു പിതാവേ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കൂടെ ഇരുന്നാട്ടെ യേശുവിൻ